എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. കഥ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മുമ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലേ എന്ന്. മുമ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും റിയലിസത്തിന്റെ ഒരു കാലഘട്ടത്തിൽ തകഴി, ദേവ്, വർക്കി, ഒരു പരിധിവരെ ബഷീർ തുടങ്ങിയ ആളുകളൊക്കെ രാഷ്ട്രീയം തന്നെയാണ് പലപ്പോഴും എഴുതിയിട്ടുള്ളത്. എന്നാൽ അതിനുശേഷമുള്ളൊരു കാലഘട്ടം, പ്രത്യേകിച്ചും ആധുനികതയുടെ ഒരു വരവ്, ആ സന്ദർഭത്തിൽ കഥയുടെ രൂപവും ഭാവവും ഒക്കെ മാറി. കഥകൾ രാഷ്ട്രീയ കഥകളല്ലാതായി എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, അരാഷ്ട്രീയ കഥകളാണ് ഞങ്ങൾ എഴുതുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ ഈ ആധുനികതയുടെ ഒരു രീതി വന്നു. എന്നാൽ പക്ഷെ ആ സമയത്തും നമ്മുടെ എം സുകുമാരൻ, UP ജയരാജ്, അതുപോലെ ആദ്യകാല കഥകൾ, അശോകൻ ചെരുവിലിന്റെ ആദ്യകാല കഥകൾ, പട്ടത്തുവിള, TR തുടങ്ങിയ ആളുകളൊന്നും കഥകളെ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ എന്നാലും ഈ ആധുനികതയുടെ അതിപ്രസരത്തിന് ശേഷം കുറച്ചു കാലം ഇങ്ങനെ വന്നതിന് ശേഷം പിന്നീട് ഉത്തരാധുനികതയുടെ ഒരു കാലം വരുമ്പോഴേക്കും കഥ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നു. പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം തന്നെയാണ് കഥയുടെ മുഖ്യ വിഷയം. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന ലേബലിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി സൂക്ഷ്മമായി സൂക്ഷ്മ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യത്തിലേക്ക് കഥകൾ വരുന്നുണ്ട്. മിക്കവാറും നമ്മുടെ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളെ കഥയുടെ കേന്ദ്രസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിക്കവാറും ദളിത്, ജാതി, മതപ്രശ്നങ്ങൾ, സ്ത്രീ പ്രശ്നങ്ങൾ, ഒടലിന്റെ രാഷ്ട്രീയം, ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം, വാക്കിന്റെ രാഷ്ട്രീയം തുടങ്ങി ഒരുപാട് പുതിയ മേഖലകളിലേക്ക് പുതിയ എഴുത്തുകാരൊക്കെ കടന്നു കയറിയിട്ടുണ്ട്. ഈ ഒരു വരവിൽ എന്തൊക്കെയാണ് ഈ കഥാകൃത്തുക്കൾക്ക് പറയാനുള്ളത്, എന്തൊക്കെയാണ് ഇവര് വിചാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലേക്ക് കൂടി വരിക എന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ആദ്യമായി ഞാൻ വിനോദ് കൃഷ്ണയോടാണ് ചോദിക്കാൻ വിചാരിക്കുന്നത്. കാരണം വിനോദ് കൃഷ്ണ ഒരൊറ്റ കൃതി, MM ബരേറ്റ എന്ന് പറയുന്ന 90 MM ബരേറ്റ എന്ന് പറയുന്ന ഒരു കൃതി വെച്ചിട്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കഥയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ചോദ്യം, പ്രത്യേകിച്ചും ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഒരു കഥ വിനോദ് കൃഷ്ണ എഴുതിയിട്ടുണ്ട്. അപ്പോ ആ കഥയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന ഗോൾവാൾക്കർ ഉണ്ടല്ലോ, ആ ഗോൾവാൾക്കർ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആ കഥ വരുന്നത്. നമ്മുടെ ഗോൾ എന്ന് പറയുന്ന ഫുട്ബോളിലെ ഗോള്, അതുപോലുള്ള വാൾക്കർ എന്ന് കൂടി ചേർത്തിട്ട് കഥയെ മറ്റൊരു തരത്തിലേക്ക്, മുമ്പും ഇങ്ങനെ ഫുട്ബോളിന്റെ കഥ NS മാധവനെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആ കഥ സവിശേഷമായ ഒരു കഥയായിട്ട് തോന്നുന്നു. ആ ഗോൾവാൾക്കറിന്റെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ബേപ്പൂർ കേസിന്റെ പശ്ചാത്തലത്തിലൊക്കെ എങ്ങനെയാണ് കഥയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് വിനോദ് കൃഷ്ണ വിചാരിക്കുന്നത്, പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. കഥയിലെ രാഷ്ട്രീയം ഒരു പുതിയ കാര്യമല്ല. കഥ ഉണ്ടായ കാലം മുതൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾ, ആ ഒരു കാലത്തിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഒരു റിഫ്ലക്ഷൻ പോലെ കഥകളിൽ വന്നിട്ടുണ്ട്. നാം ജീവിക്കുന്ന കാലത്തിൻ്റെ അന്തരീക്ഷത്തെ കലാവിഷ്കാരങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളത് സാഹിത്യത്തിൻ്റെ ഒരു ധർമ്മമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പഴയകാല കഥകളിൽ നിന്ന് രാഷ്ട്രീയം ഭിന്നമായി നമ്മുടെ കഥകളിൽ ഇപ്പോൾ നമുക്ക് കൂടുതലായി തോന്നാനുള്ള കാരണം, നാം ജീവിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ അത്തരത്തിൽ പ്രതിലോമകരമായ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പിനെതിരെ സാഹിത്യം ഒരു പ്രതിപക്ഷമായി നിലകൊള്ളാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അത് കഥയിൽ മാത്രമല്ല, കവിതയിൽ. ഇപ്പോൾ നമുക്കറിയാം, തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്, കവിത അത്തരത്തിലുള്ള ഒരു കവിത പിറന്നത് എന്നുള്ളത് ആ സന്ദർഭം വളരെ പ്രധാനമാണ്. അപ്പൊ രാഷ്ട്രീയ കാലാവസ്ഥ പ്രധാനമാണ്. രാഷ്ട്രീയ കാലാവസ്ഥയാണ് രാഷ്ട്രീയ ഭാവന ഉണ്ടാക്കുന്നത്. മുമ്പൊക്കെ കഥകളിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പെരിഫറൽ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഷാലോ ആയിട്ട്, അല്ലെങ്കിൽ മൂടി വെച്ചുകൊണ്ട് ധ്വനികൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയം. ഇപ്പൊ പ്രജാപതി എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഒക്കെ വരുന്നത് അങ്ങനെയാണ്.
ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് മോദിക്കെതിരെയുള്ള ഒരു കഥ മോദി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. കാരണം അത്തരത്തിൽ ലൗഡായിട്ട് വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയം എഴുതാൻ വേണ്ടി ഇതിന്റെ സൗന്ദര്യാംശത്തെക്കാൾ കൂടുതൽ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന എഴുത്തുകാരുടെ മനസ്സ് കഥയിൽ പ്രവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഗോൾവാൾക്കർ ആ കഥയെക്കുറിച്ച്, ഞാൻ എൻ്റെ കഥയെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചല്ല ഞാൻ ഇവിടെ ഇരുന്നത്, പക്ഷെ ആ കഥയുടെ പേര് പറഞ്ഞത് കൊണ്ട് പറയണം. അതിൽ ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ കഥയിലില്ല. പക്ഷേ ആ കഥയ്ക്ക് അത്തരത്തിലൊരു പേര് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സാമൂഹ്യമായ ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ, ഡിക്റ്റേറ്റർഷിപ്പിന്റെ, വിഭാഗീയതയുടെ ഒക്കെ ഒരു രാഷ്ട്രീയം നിങ്ങളുടെ ഉള്ളിൽ ഈ കഥ വായനയ്ക്ക് ശേഷം മറ്റൊരു പൊളിറ്റിക്സായി പ്രവർത്തിക്കണമെന്നുള്ള ഒരു കലാപപ്രചോദിതമായ ഒരു ആഗ്രഹം കൊണ്ടാണ് അത്തരത്തിൽ ഒരു പേര് അതിന് നൽകുക. അപ്പോൾ പേര് വളരെ പ്രധാനമാണ്, ടെർമിനോളജി വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ മുമ്പ് കഥയിൽ ഒരു അധികാര ശക്തിയെ ധ്വനിപ്പിക്കാൻ വേണ്ടി പ്രജാപതി എന്ന് പറയുന്ന പേര് കൊടുക്കുമ്പോൾ ഇന്നത്തെ തലമുറ അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. കാരണം അങ്ങനെ ഡയറക്റ്റായി അറ്റാക്ക് ചെയ്യപ്പെടേണ്ട ഒരു ശത്രു അപ്പുറത്തുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അത് എഴുതുന്നത്. അല്ലാണ്ട് എൻ്റെ കഥയിൽ ഇതിൻ്റെ സൗന്ദര്യം നിലനിൽക്കണമെന്നോ ഈ കഥ എൻ്റെ കാലശേഷവും നിലനിൽക്കണമെന്നുള്ള യാതൊരു ദുരാഗ്രഹവും പുതിയ കാല എഴുത്തുകാരുടെ, പ്രത്യേകിച്ചും രാഷ്ട്രീയം എഴുതുന്ന ആളുകളുടെ ഒരു ആഗ്രഹമേ അല്ല. കാരണം ഈ കഥ ഈ കാലത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള കഥകളിലെ ഈ എഴുത്തുകാർ ഇടപെടുന്നത്. ആ കഥകളിൽ എഴുത്തുകാർ ഇടപെട്ടില്ലെങ്കിൽ കഥ തന്നെ മുമ്പ് എഴുതപ്പെട്ടില്ല. നേരത്തെ എം സുകുമാരനെ കുറിച്ച് പറഞ്ഞു, യു പി ജയരാജനെ കുറിച്ച് പറഞ്ഞു, PK നാണൂരെ പോലുള്ള ആളുകൾ കുരുതി പോലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോവിലൻ സാർ എഴുതിയിട്ടുള്ള റാ പോലുള്ള കഥ, അത് ഉപ്പുമാവിൻ്റെ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു സംഭവമാണ്. ഇന്ന് നമുക്കറിയാം മറ്റേ ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം, അതും സാറ് നേരത്തെ പറഞ്ഞു, ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം കഥകളിൽ വരുന്നു. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് വരേണ്ടതാണല്ലോ. അപ്പോൾ ഒരു ഇറച്ചി കയ്യിൽ വെക്കുന്ന ആളുകളെ എങ്ങനെയാണ് തെരുവുകളിൽ ഈ ഭരണകൂടവും അവരുടെ ആളുകളും പബ്ലിക് ലിഞ്ചിങ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനേക്കാൾ ലൗഡായിട്ട് സാഹിത്യത്തിലൊന്നുമില്ല. അപ്പോൾ ഒരു ഗർഭിണിയുടെ കുടൽമാല കുത്തി പുറത്തെടുക്കുന്നതിനേക്കാൾ ലൗഡായിട്ടൊന്നും ഈ കഥയിൽ ആളുകൾ പറയുന്നില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു പത്രവാർത്തയിൽ അങ്ങനെ ഒരു സംഗതി വായിക്കുമ്പോൾ പിന്നെ കഥയിൽ അത് ഷാലോ ആയിട്ട് എഴുതുമ്പോൾ പിന്നെ അവിടെ ഒരു കൾച്ചറൽ ഷോക്കിനുള്ള സ്പേസ് ഇല്ല. അപ്പൊ അതിൻ്റെ മുകളിൽ ഇവിടെ ഇതിനേക്കാൾ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയാൻ അതിനേക്കാൾ അപകടകരമായ ഒരു മെറ്റഫർ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഗോൾവാൾക്കർ എന്ന് പറയുന്ന കഥയിൽ ഗോൾവാൾക്കർ എന്ന ജീവിച്ചിരുന്ന ഇന്ത്യൻ ഫാസിസത്തിന്റെ പിതാവ് എന്ന് ഞാൻ പറയും. ഇന്ത്യൻ ഫാസിസത്തിന്റെ പിതാവായ ഒരാളുടെ പേര് ഒരു കഥയിൽ, അദ്ദേഹം കഥാപാത്രമല്ലാത്ത ഒരു കഥയിൽ പോലും നമുക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കേണ്ടി വരുന്നത് ടൈറ്റിൽ പോലും, കഥയുടെ ടൈറ്റിൽ പോലും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറുന്നത് കൊണ്ടാണ്. താങ്ക് യു. അപ്പൊ വിനോദ് കൃഷ്ണ അദ്ദേഹത്തിന്റെ സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട്. ധ്വനിപ്പിച്ചു പറയുന്നതിനേക്കാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അറ്റാക്ക് ചെയ്ത് പറയുന്നത് തന്നെയാണ് കഥ. അത് ചെയ്യേണ്ടതാണ് ഒരു കഥാകാരന്റെ ധർമ്മം എന്ന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി പശ്ചാത്തലപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇനി നിഷാദിനോട് ചോദിക്കട്ടെ. നിഷാദ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഇവൻ എഴുതി തുടങ്ങിയ കാലം മുതൽ വാൻഗോഗിന്റെ വാൻഗോഗിന്റെ ചെവി എഴുതി തുടങ്ങിയ കാലം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. പല രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ വിനോദ് കൃഷ്ണ സൂചിപ്പിച്ചു. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം, അതുപോലെ എല്ലാറ്റിൻ്റെയും രാഷ്ട്രീയമുണ്ട്. അതേപോലെ വാക്കിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു കൃതിയാണ് വാക്കിംഗ് ഡിക്ഷണറി എന്നൊരു സംശയം എനിക്കുണ്ട്. എന്താണ് നിഷാദിനെ കുറിച്ച് പറയാനുള്ളത്? വാക്കിന്റെ രാഷ്ട്രീയമാണോ അതിൽ പറയുന്നത്? ഇനി അതല്ല, അതുമല്ല, നേരത്തെ വിനോദ് കൃഷ്ണ പറഞ്ഞതിന് വിഭിന്നമായിട്ട് ധ്വനിപ്പിക്കുന്നതാണ്, ഒളിപ്പിച്ചു വെക്കുന്നതാണ്, ആളുകൾ കണ്ടെത്തുന്നതാണ് കലയുടെ ഒരു ഭംഗി, പ്രകടമായിട്ട് പറയുന്നതല്ല, മറിച്ച് ഏതെങ്കിലും മെറ്റഫറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒളിപ്പിച്ചു വെക്കുക. ആ ഒളിപ്പിച്ചു വെക്കുന്നതിനെ വായനക്കാരൻ അന്വേഷിച്ച് കണ്ടെത്തുക, അവിടെയാണോ ഭംഗി? അതാണോ നിഷാദ് ഉദ്ദേശിക്കുന്നത്? അതും കൂടി സൂചിപ്പിച്ചിട്ട് പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ നസീർ സാർ മോഡറേറ്റ് ആയിട്ടുള്ള സെഷനിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയുള്ള സന്തോഷം അറിയിക്കുന്നു. സാറ് പറഞ്ഞ പോലെ വാൻഗോഗിൻ്റെ ചെവിയല്ല, സാർ ഓർക്കുന്നുണ്ടാവില്ല. ഞാൻ ആദ്യകാലത്ത് എഴുതി തുടങ്ങിയ സമയത്ത് ബാലഭക്തിയിലൊക്കെ കഥ വരുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 100 പേരോളം ഉള്ള ഒരു ക്ലാസ് റൂമിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെങ്കിലും വിളിച്ചിട്ട്
ദേശാഭിമാനിയുടെ കുട്ടികളുടെ ലോകത്തിൽ വന്ന ആ കഥ നന്നായിട്ടുണ്ട് എന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതലേ സാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഈ സാറ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നൊന്നല്ല ഈ സാഹിത്യം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തൻ നമ്പ്യാർ ഡൽഹിയിൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ നോവലേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, ഇന്ന് വേണമെങ്കിൽ നീണ്ട കഥ എന്ന് വിളിക്കാവുന്ന ഒരു നോവലേറ്റ് പിന്നെ എം മുകുന്ദൻ എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം അത് എഴുതിയപ്പോൾ അതിലൊന്നുമില്ല, അനന്തൻ നമ്പ്യാർ എന്ന മനുഷ്യനെ ഭാര്യ നോക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ പശുവായിട്ട് മാറുന്നു. പക്ഷെ ഭാര്യയ്ക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, വേറെ ആരും പ്രശ്നം. അനന്തൻ നമ്പ്യാർക്ക് നോക്കുമ്പോൾ ഭാര്യ നോക്കുമ്പോൾ അനന്തൻ നമ്പ്യാർ ഇങ്ങനെ മാറുന്നു. എന്നിട്ട് ഈ അനന്തൻ നമ്പ്യാർ മോൻ പഠിക്കുന്ന ഡൽഹിയിലേക്ക് പോവാണ്. പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മോനും തോന്നുന്നു ഇയാൾ പശുവായി മാറുന്നുണ്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ ഏറ്റവും അവസാനം വരുമ്പോൾ ഇയാൾ കുത്തബ് മിനാറിലോ ഇവിടെ കയറി നിൽക്കുമ്പോൾ താഴെ പിന്നെ പശുക്കളെ കാണുന്നത്, താഴെയുള്ളൊരു മുകളിൽ അനന്തൻ നമ്പ്യാർ പശുവായിട്ട് കാണുന്നു. അങ്ങനെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷനാണ്. ആ കഥ തീരുമ്പോൾ പുള്ളി ഫ്ലൈറ്റിൽ പോകുമ്പോൾ പുള്ളി താഴേക്ക് നോക്കുമ്പോൾ കുറേ പശുക്കൾ മേയുന്നതായിട്ടാണ് കഥ എഴുതിയത്. എനിക്കൊന്ന് ഇതില്ലേ പിന്നെ പഴയ ഒടിയൻ സാധനമാണ് പുള്ളി എഴുതിയത്. പക്ഷെ ആ സാധനത്തിൽ രാഷ്ട്രീയം ഇന്നും അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് ഒടിയനായിട്ട് അതിനെ വായിക്കാൻ പറ്റില്ല. പശുക്കളെ കാണുന്ന, പശുവായി മാറുന്ന, അത് ഇയാളുടെ ഉള്ളിലുള്ള വേറൊരു സ്വത്വത്തെ തിരിച്ചറിയുന്ന ഭാര്യ, അത് മൗനും ഭാര്യയ്ക്കും മാത്രമേ അനന്തന്മാർക്ക് ഇങ്ങനൊരു സ്വത്വം ഉണ്ടെന്ന് മനസ്സിലാവുന്നുള്ളൂ. അല്ലെങ്കിൽ പുള്ളി പിന്നെ അവിടെ എത്തുമ്പോൾ പുള്ളീനെ കാണുന്ന ആൾക്കാരൊക്കെ പുള്ളിനെ ഒരു പശുവായിട്ട് കാണുന്നു, അല്ലെങ്കിൽ പുള്ളി കാണുന്ന ആൾക്കാരൊക്കെ പശുവായിട്ട് മാറുന്നു എന്നുള്ള പുതിയ കാലത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയം കലർന്നു. അപ്പം എനിക്ക് തോന്നുന്ന ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം കലരും. അയാൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അത് കാലഘട്ടം കഴിഞ്ഞാലും നമ്മളവിടെ ചെന്ന് നിന്നാൽ അതിലേക്ക് കയറി വരും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് ഞാൻ ഈ മുകുന്ദൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ കൃതിയെ കാണുന്നത്. ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയം കലരണമെന്ന് വിചാരിച്ചിട്ടില്ല ഒരു കഥ എഴുതുന്നത്. ഈ വാക്ക് ഇൻഡസ്ട്രി എന്ന കഥ കോവിഡ് കാലത്ത് മാതൃഭൂമി ആശുപത്രിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കഥയാണ്. ഞാനിപ്പോൾ തൊട്ടു മുമ്പ് ഒരു ചടങ്ങിൽ എൻ്റെ ഒരു പുതിയ പുസ്തകത്തിൻ്റെ 3ാം പതിപ്പ് പ്രകാശനം ചെയ്തിരുന്നു, എൻ്റെ ഭൂമിയുടെ അലമാര. അപ്പം അതിൽ പറയുന്ന ഒരു പിന്നെ ആളിൻ്റെ പിന്നെ ഇത് കഥ എടുത്തിട്ട് ഒരു കഥാപാത്രം ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ കഥാപാത്രം പ്രഭാത നടത്തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ആ മനുഷ്യൻ നടന്നു പോകുമ്പം പ്രകൃതിയും വഴിയും പക്ഷികളൊക്കെ അയാൾക്ക് ഓരോ വാക്കുകൾ കൊടുക്കുകയാണ്. അപ്പം ആ വാക്കുകൾ മുഴുവൻ അയാളെ കയ്യിലുള്ള ഒരു കുറിപ്പിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇയാളെ പണി എന്ന് വെച്ചാൽ ഡിക്ഷണറി ഉണ്ടാക്കുക എന്നുള്ളത്, അപൂർവമായിട്ടുള്ള വാക്കുകളുടെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കുന്നത്. അതിന് അയാൾ തന്നെ അർത്ഥം കണ്ടെത്തുകയാണ്. അപ്പം പലപ്പോഴും ആ വാക്കിന് അർത്ഥം പ്രകൃതിയും മീനുകളും പുഴയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ഇത് മുഴുവൻ അദ്ദേഹം എഴുതി വെക്കുന്നതും കൗതുകമാണ്. അയാളെ വീട്ടിൻ്റെ ഭിത്തിയിലാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ എഴുതി വെച്ച് ഇയാളെ മനസ്സിൽ കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഇത് ഭിത്തി നിറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒരു ഡിക്ഷണറി ആയിട്ട് പ്രസിദ്ധീകരിക്കണം, ഇതാണ് ഇയാളുടെ സ്വപ്നം. അതിനുവേണ്ടി ഒരു പ്രസ്തുതകാരനായിട്ട് കാര്യവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി അയാളുടെ വീട്ടിൻ്റെ ഭിത്തി മുഴുവൻ വാക്കുകൾ നിറഞ്ഞു. ഇനി ഒരൊറ്റ വാക്ക് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു വൈകുന്നേരം ഇയാൾ നടന്നു പോകുമ്പം ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നു. അവിടെ ചെന്നിട്ട് ഇറങ്ങി വരുന്നിടത്തു നിന്നാണ് ആ കഥ തീരുന്നത്. തിരിച്ച് വന്ന് അയാൾ അവസാനത്തെ വാക്കും എഴുതി വെച്ചിട്ട് എഴുതാൻ പറ്റുന്നില്ല. ആ സമയത്താണ് കഥ തീരുന്നത്. എന്നിട്ട് ആ ഇത് പൂരിപ്പിക്കുന്നത് പിറ്റേന്ന് അവിടെ വരുന്ന ഒരു സന്ദർഭമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വാക്കുകൾ, നമ്മുടെ കാര്യങ്ങൾ പറയാൻ, നമുക്ക് പറയേണ്ട രാഷ്ട്രീയമോ വാട്ടവർ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നമ്മുടെ വാക്കുകൾ പര്യാപ്തമാണോ എന്നുള്ളൊരു അന്വേഷണം എന്നിലെ എഴുത്തുകാരൻ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് പലതും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ നന്നായിട്ട് കൂവാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എഴുതില്ല. കാരണം എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നന്ന് എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല, മറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇപ്പോൾ പാട്ട് പാടാൻ അറിയില്ല, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുമ്പോഴും വികലമായിട്ട് വരയ്ക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നിടത്ത് കുറച്ചും കൂടി ബെറ്ററാണ് എൻ്റെ എഴുത്ത് എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ സാക്ഷാത്കാരം ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കൂവലിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലെ മുദ്രാവാക്യങ്ങളും ധർണയൊക്കെ കലരുന്ന പോലെ പശ്ചാത്തലത്തിൽ അത് ഉണ്ടാവുമല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ, അതുപോലെ എഴുത്തിലും അത് കലരുന്നേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് എനിക്ക് തോന്നുന്നു ഇതിൽ സാറ് പറഞ്ഞ സംഗതി വന്നിട്ടുള്ളത്. താങ്ക് യു. അപ്പോൾ നിഷാദ് പറയുന്നത്, നിഷാദ് അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉദ്ദേശം വെച്ചിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലല്ല, മറിച്ച് എഴുത്താണ് വരുന്നത്. ആ എഴുത്ത് സ്വാഭാവികമായിട്ടും കാലമാണ് അതിലെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. 25 കൊല്ലം മുമ്പ് നിഷാദ് എഴുതിയ രീതിയിലല്ല ഇന്ന് ആ കഥ വായിച്ചെടുക്കുക. ഓരോ കഥയും അങ്ങനെയാണ്. അതുകൊണ്ട് എഴുത്തുകാരനല്ല ആ രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നത്, വായനക്കാരൻ കൂടിയാണ്. വായനക്കാരൻ മാത്രമല്ല, കാലമാണ്, ചരിത്രമാണ് എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ജിസയിലേക്ക് വരാമെന്ന് വിചാരിക്കുക. ജിസയെ കുറച്ചു കാലമായിട്ട് അറിയാം. ജിസയെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. എനിക്കൊരു ദേശമില്ല എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ ഇന്ന ദേശക്കാരിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ കുറിപ്പ് ഏകദേശം ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനകത്ത്
എനിക്ക് സംശയമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദേശം ഇല്ലെങ്കിലും ജിസയ്ക്ക് ഒരു ഭാഷയുണ്ട്. അത് ഏതെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തെ സൂചിപ്പിക്കുന്ന, ദേശത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. കരുത്തുള്ള ഭാഷ. നമ്മള് ബഷീറിന്റെ കഥകളെ കുറിച്ച് പറയുന്ന സമയത്ത് MP പോള് ജീവിതത്തിൽ നിന്ന് ചിന്തിയെടുത്തതാണ് രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതേപോലെ ജിസയുടെ ചില ഭാഷ നെഞ്ചു തറയ്ക്കും, രക്തം പൊടിയും. അത്ര ശക്തമായിട്ട് ഭാഷ ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ജിസ. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, ഈ ഭാഷ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇപ്പൊ നമുക്കൊരു ആശയം മനസ്സിൽ വരുന്നു, ആ ആശയം മനസ്സിൽ വരുന്ന സമയത്ത് നമ്മളത് എഴുതണമെന്ന് വിചാരിക്കുന്നു, അങ്ങനെയല്ലേ ജിസ? എഴുതണമെന്ന് വിചാരിക്കുന്നു, അത് മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് അവസാനം അത് എഴുതാൻ തീരുമാനിക്കുന്നു, എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് എഴുത്ത് എന്ന് പറഞ്ഞാൽ രൂപശില്പം വരുന്നത്. അതിനകത്തുള്ള രൂപം എങ്ങനെയാണെന്ന് വരുന്നത്, വാക്കുകൾ, ബിംബങ്ങളുള്ള വാക്കുകളൊക്കെ എടുത്ത് പ്രയോഗിക്കേണ്ടി വരുന്നത്. എന്റെ ചോദ്യം, ജിസയുടെ കഥകളിലൊക്കെ തന്നെയും രാഷ്ട്രീയം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ജിസയും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോ ഈ രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ എപ്പോഴാണ് ഉള്ളത്? ഈ ആശയം മനസ്സിൽ വരുന്ന സമയത്താണോ രാഷ്ട്രീയം ഉള്ളത്? അതല്ല, നിങ്ങൾ വളരെ സൂക്ഷ്മമായും ശ്രദ്ധിച്ചും എഴുത്ത് ഉപയോഗിക്കുന്ന സമയത്ത്, അതിന്റെ രൂപശില്പം വാർന്നു വീഴുന്ന സമയത്താണോ ഈ രാഷ്ട്രീയം കടന്നു വരുന്നത്? ഇനി അതൊന്നുമല്ല, ഇതിലേ രാഷ്ട്രീയമില്ല, മറിച്ച് വായിക്കുന്ന ആളുകളാണോ അതിൽ നിന്ന് രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കുന്നത്? എന്താണ് ജിസയുടെ അഭിപ്രായം? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മാഷ് പറഞ്ഞ ചോദ്യത്തിന് ഞാനൊരു കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ടൊരു മറുപടി ആലോചിക്കുകയാണ്. നമ്മളുടെ ആദ്യകാല കഥകൾ, മലയാളത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കഥകൾ, ഇപ്പോൾ മേനോക്കിയെ കൊന്നതാര് എന്നുള്ളൊരു പഴയ കഥ, അതേപോലെ ഉളി പിടിച്ച കൈ എന്നൊക്കെയുള്ള കഥകൾ നമ്മുടെ ആദ്യകാല കഥകളാണ്. അപ്പം ആ കഥകൾ ഇപ്പോൾ വായിക്കുമ്പോൾ, ഇപ്പം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി അത് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് പൊളിറ്റിക്കലായ കഥകളായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ അത് അങ്ങനെയുള്ള കഥയാണെന്ന് പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാലത്തോ തോന്നിയിട്ടില്ല. അപ്പം അതിൽ രണ്ടും ഒരു കൊലക്കേസ് അന്വേഷണമാണ്. അപ്പോൾ കൊല ചെയ്തത് ആരാണ് എന്നുള്ള അന്വേഷണം, പോലീസ് അന്വേഷണവും കോടതി നടപടികളും അതൊക്കെ നല്ല രസമാണ്, സർക്കാസമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴത്തെ ഇതൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ആലോചിക്കാം. അതിലുമുണ്ട് രാഷ്ട്രീയം. പക്ഷേ എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയത്, നമ്മൾ ദളിതരായിട്ടുള്ള ആളുകൾ, ജാതീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ കീഴാളരായിട്ടുള്ള ആളുകളുടെ മേലെ എത്ര അനായാസമാണ് കുറ്റം ആരോപിക്കപ്പെടുന്നത്. അവരത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെയാണ് തെളിഞ്ഞു വരുന്നത്. പക്ഷെ വളരെ ഒറ്റ ഇതിൽ തന്നെ ഇവരാണ് പ്രതി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്ര വേഗമാണ് എത്തുന്നത്. അത് അങ്ങനെ ആലോചിക്കുമ്പം ആ കഥ ഇപ്പോൾ വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ നമ്മൾ പക്ഷെ എഴുതുന്ന ആളും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അത്. അപ്പോൾ പിൽക്കാലത്ത് പിന്നീടുള്ള വായനകളിലാണ് പലപ്പോഴും കഥകളുടെ രാഷ്ട്രീയം തെളിഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ വിനോദ് കൃഷ്ണൻ പറഞ്ഞ പോലെ വളരെ പ്രകടമായിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങളാണ്, സാമൂഹിക സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വളരെ പ്രകടമായിട്ട് രാഷ്ട്രീയം പറയേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ കഥകളും ഒരേപോലെ രാഷ്ട്രീയം സംസാരിക്കുന്നതാകുമ്പോൾ അത് ചിലപ്പം വിരസമാവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ രാഷ്ട്രീയം ഒളിപ്പിച്ച് പറയേണ്ടി വരും, ധ്വനികളിലൂടെ പറയേണ്ടി വരും. പ്രകടമായ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ചില കഥകളിൽ വളരെ ശക്തമായിട്ട് ആഘാത ശേഷി നിലനിർത്തിക്കൊണ്ട് തന്നെ പറയേണ്ടിയും വരും. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം നമ്മളുടെ കഥകളിലെ രാഷ്ട്രീയം എങ്ങനെയാണ് വരുന്നതെന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ എഴുത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആശയം നമുക്ക് കിട്ടുന്നു, അത് ചിലപ്പോൾ ഒരു സംഭവമാവാം, ഒരു കഥാപാത്രമാവാം, അങ്ങനെ എന്തുമാവാം, ഒരു സാഹചര്യമാവാം. അപ്പോൾ അതിങ്ങനെ വീണ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ പിന്നീട് ഊതിപ്പെരുപ്പിച്ച് ഊതിക്കത്തിച്ച് ഒരു കഥയാക്കി മാറ്റുന്നത്. പക്ഷെ മാഷ് പറഞ്ഞതുപോലെ എനിക്ക് ഒരു വിഷയം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു സന്ദർഭം, ഒരു കഥാപാത്രം, ഒരു പേര്, ചിലപ്പോൾ ഒരു പേര് മാത്രമായിരിക്കും, ഒരു സംഭവം ആവാം. അപ്പോൾ അതിനെ ഒരു കഥയാക്കി മാറ്റുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രക്രിയ അല്ല. ഒരുപാട് സമയമെടുത്ത് ഒരുപാട് കാലം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. ചിലപ്പോൾ അത് കുറച്ച് എഴുതി വെക്കും, പിന്നെ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും പിന്നെ അതിന്മേൽ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിലൂടെയാണ് അത് പൂർത്തിയാവുന്നത്. എനിക്ക് ഒറ്റ ഇരിപ്പിനിരുന്ന് എഴുതുന്നു, ഒറ്റ രാത്രി കൊണ്ട് എഴുതുന്നു എന്നൊക്കെ പറയുന്ന കഥയെഴുത്ത് എനിക്ക് പറ്റാറില്ല. അങ്ങനെ എഴുതുന്നവരോട് ശരിക്കും ആദരവ് തോന്നാറുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഗതി എഴുതി തീർക്കണം, പക്ഷെ അത് പെട്ടെന്ന് വളരെ എളുപ്പം ഞാൻ പറയില്ല, പക്ഷെ പെട്ടെന്ന് എഴുതി തീർക്കുക എന്നുള്ളത് അതൊരു സിദ്ധിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കത് സാധിക്കാറില്ല. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലൂടെയും ചിലപ്പോൾ മാസങ്ങൾ കൊണ്ടായിരിക്കും പൂർത്തിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ ആ കഥയിലേക്ക് പുതിയതായിട്ട് പല കാര്യങ്ങളും വരും. ഞാൻ തുടക്കത്തിൽ ആലോചിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക്
അതിൽ കലരാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടായിരിക്കും അതിൽ രാഷ്ട്രീയത്തിൻ്റെ ധ്വനികളും വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ബോധപൂർവം ഇന്ന രാഷ്ട്രീയം എനിക്ക് പറയണം എന്ന് വിചാരിച്ച് ഞാൻ കഥ എഴുതാറില്ല. നിഷാദ് പറഞ്ഞ പോലെയാണ്, എനിക്കത് ആഗ്രഹമുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് അതുപോലെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന കഥകളായി വിലയിരുത്തപ്പെടണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എൻ്റെ കഥകൾ. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയ ധ്വനികൾ കൊടുക്കാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയപ്പെടുകയോ വായിക്കപ്പെടാറോ ഇല്ല. ആ രീതിയിൽ വായിക്കപ്പെടാറുമില്ല. ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എഴുതിയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്. കഥയിൽ രാഷ്ട്രീയം വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്, വളരെ കാലങ്ങളെടുത്ത് വരുന്നതാണ്. ഒറ്റയടിക്ക് എഴുതുന്നതല്ല അതിലെ രാഷ്ട്രീയം എന്ന് പറയും. ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾ വൈകാരികതയുടെ അടിമകളാണെന്ന് പറയാറുണ്ട്. ആ രീതിയിലാണ് പലപ്പോഴും, ആ ഒരു മുൻവിധിയോടെയാണ് പലപ്പോഴും വായനകൾ നടക്കുന്നത്. സ്ത്രീകൾ എഴുതുമ്പം സ്ത്രീകളുടെ ദുരന്തങ്ങളും മാത്രമാണല്ലോ പറയുന്നത്. പക്ഷെ ആ ദുരന്തങ്ങൾക്കുള്ളിലും അവർ പറയുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ്, ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സ്, അത് കൃത്യമായിട്ട് വായിക്കപ്പെടുന്ന ഒരു സാഹചര്യം മലയാളത്തിൽ ഇല്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പലപ്പോഴും എൻ്റെ കഥയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വായിക്കുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്. ഇത് വായിക്കാനുള്ള അല്ലെങ്കിൽ ഇത് ശരിയായ രീതിയിലല്ലല്ലോ വായിക്കുന്നത്, ഇത്രയും മുൻവിധിയോടെയാണല്ലോ ഇത് വായിക്കപ്പെടുന്നതെന്ന് തോന്നാറുണ്ട്. ഇപ്പൊ പുരുഷന്റെ ആത്മനിഷ്ഠതയാണ് ലോകത്തിന്റെ വസ്തുനിഷ്ഠത എന്നൊരു പറയാറുണ്ട്. അപ്പൊ അവര് വളരെ ആത്മനിഷ്ഠമായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തപ്പെടും. സ്ത്രീകൾ എഴുതുമ്പോൾ അതിനെ ഒന്നുകിൽ അത് വളരെ അരാഷ്ട്രീയമായിട്ടുള്ള രചന, അല്ലെങ്കിൽ അതിവൈകാരികമായിട്ടുള്ള രചന എന്ന രീതിയിൽ വായിക്കപ്പെടാറുണ്ട്. അത് ഞാനൊരു പരാതിയായിട്ട് തന്നെ പറയുന്നു, അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ട് തന്നെ പറയുന്നു. പെണ്ണുങ്ങളുടെ എഴുത്ത് വായിക്കാനും അത് വിലയിരുത്താനും ശരിക്കും നമ്മളുടെ മലയാളി സമൂഹം കുറച്ചും കൂടി പാകപ്പെടാനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവവും. ജിസ, നന്ദി. പിന്നെ നല്ല നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ചില ചോദ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജോബീഷിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഏതർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിസ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സ്ത്രീ എഴുത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ CS ചന്ദ്രികയാണെങ്കിലും സിതാരയാണെങ്കിലും ഒക്കെ എഴുതുന്ന എല്ലാ ആളുകളും, KR മീര ആണെങ്കിലും ഒക്കെ തന്നെയും എഴുതുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആളുകൾ വായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് ആ സ്ത്രീപക്ഷ രാഷ്ട്രീയം തിരിച്ചറിയപ്പെടുന്നുണ്ട് എന്നും തന്നെയാണ് തോന്നൽ. പക്ഷെ ജിസ ടീച്ചർ ഇപ്പോഴും കംപ്ലൈന്റ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ആണുങ്ങളുടെ വായനയിൽ അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. ഇവരുടെ കഥ മാത്രമല്ല, മറിച്ച് പുതിയ കഥകൾ വെച്ചിട്ടുണ്ട്. S ഹരീഷിന്റെയോ, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻസിസ് നൊറോണയുടെയോ, അതല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ ഇത്തരം രാഷ്ട്രീയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒക്കെ കഥകൾ വെച്ചുകൊണ്ട് അതും അതേ സമയത്ത് സ്ത്രീ എഴുത്തുകാരുടെ രചനയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങളോ, അതല്ലെങ്കിൽ ആസ്വാദനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ, അതല്ലെങ്കിൽ ബോധപൂർവമായ തമസ്കരണമോ, അങ്ങനെ അല്ലെങ്കിൽ ഈ പുരുഷാധിപത്യത്തിന്റെ ഒരു കടന്നുകയറ്റം ഈ വായനയിൽ ഉണ്ടോ? ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ആമുഖം എന്ന നിലയിൽ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ മോഡറേറ്റർ തുടക്കത്തിൽ ഇതിൻ്റെ ഈ ശീർഷകം ഞാൻ കരുതുന്നത് മലയാള കഥയുടെ രാഷ്ട്രീയ ധ്വനികൾ എന്നാണ്. തകഴിയിലെത്തുമ്പോൾ രാഷ്ട്രീയം കടന്നു എന്ന ഒരു വാക്ക് കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, മലയാളത്തിലെ ആദ്യ കഥ പോലും വളരെ പൊളിറ്റിക്കലായിരുന്നു. രാഷ്ട്രീയം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രാഷ്ട്രീയം എന്നത് പലപ്പോഴും ഒരു ശീർഷകമായിട്ട് വരുമ്പോൾ നമ്മളൊരു പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള അധികാര ബന്ധങ്ങളെയോ ഒക്കെയാണ് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ക്രാഫ്റ്റ് മുതൽ, ഇതിൻ്റെ ഫോം മുതൽ ഇതിനെ പൊളിറ്റിക്കലായി കാണാനുള്ള ശേഷി നമ്മൾ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇപ്പൊ മലയാളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട വാസനാ വികൃതി പോലും, ഒരു ഹതഭാഗ്യനായ രാജശിക്ഷ അനുഭവിച്ച ഇക്കണ്ടക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ഏറ്റുപറച്ചിലാണ് മലയാളത്തിലെ ആദ്യ കഥ. അതൊരു കള്ളന്റെ കഥ പറഞ്ഞ് തുടങ്ങുന്ന, അതിൻ്റെ ഒരു ഫോമിൽ തന്നെ തുടങ്ങുന്ന, അതിൻ്റെ പ്രമേയത്തിൽ തന്നെ തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൽ നിന്ന് തുടങ്ങി ഇങ്ങേയറ്റത്ത് എത്തുമ്പോഴും നമ്മൾ അതിനകത്തൊരു പ്രമേയപരമായ സാധ്യതകളെയാണ്, അല്ലെങ്കിൽ അതിനെ ഒരു പൊളിറ്റിക്കൽ എന്താണ്, അതിൻ്റെ പൊളിറ്റിക്സ് എന്താണ് എന്ന് അന്വേഷിക്കുന്നതിലാണ് ആളുകൾ കൂടുതലും താല്പര്യപ്പെടുന്നത്. ഞാൻ മറിച്ച് കാണുന്നത് ഇങ്ങേയറ്റത്ത് ഈ ക്രാഫ്റ്റിൽ എന്താണ്
ചേഞ്ച് ഉണ്ടാകുന്നത്. അവിടെയാണ് ഇപ്പൊ ജിസ ടീച്ചർ ഉൾപ്പെടെയുള്ള ഒരു പെൺ പ്രതിനിധാനങ്ങൾ നമ്മുടെ മലയാള കഥയിൽ എങ്ങനെയാണ് അവരുടെ ആഖ്യാനം ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങേ അറ്റത്ത് മൃദുലിന്റെ കഥ പോലെ, ഇപ്പൊ കുളെ പോലെ കഥക്കകത്ത് തന്നെ, ക്രാഫ്റ്റിനകത്ത് തന്നെ എഴുത്തുകാരൻ എഴുത്തുകാരി എന്ന ഒരു വലിയ അധികാര പദവിയൊക്കെ സമ്പൂർണമായി അലിഞ്ഞില്ലാതാവുകയും ആ ക്രാഫ്റ്റിനകത്ത് മറ്റൊരു ചേഞ്ച് കൊണ്ടുവരികയും ഒപ്പം ആ കഥയുടെ ഭൂപടത്തിൽ മനുഷ്യരുടെ ഒരു എത്നോഗ്രാഫിക് മാപ്പിംഗ് ഒക്കെ നടക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ കഥ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കഥയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയം എന്ന വാക്ക് പോലും ഞാൻ ആലോചിക്കുന്നത് അത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ നിർണ്ണയിക്കുന്ന വിവിധ അധികാര ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ഒരാളുടെ ശേഷിയാണ് അടിസ്ഥാനപരമായി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ജിസ ടീച്ചറെ പോലുള്ള അല്ലെങ്കിൽ ഷീല ടോമിയെ പോലുള്ള ആളുകൾ അവരുടെ എഴുത്ത് മാത്രമല്ല അതിനകത്ത് പരിശോധിക്കപ്പെടേണ്ടത്, അവരെഴുതാത്തതിനെ കുറിച്ച് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളും കൂടിയാണ്. 95-ലോ മറ്റോ കോളേജിൽ പഠിക്കുമ്പോൾ കഥ എഴുതിയ ഒരാൾ പിന്നീട് 2018 എഴുത്തുമായിട്ടൊരു കഥയുമായിട്ട് വരുന്നത്. ഇത്രയും കാലത്തെ അഭാവങ്ങളുടെ ആ പൊളിറ്റിക്സ് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ അതാണ് എഴുത്തിന്റെ, അവിടെ നിന്നാണ് നമ്മൾ എഴുത്തായി വരാതിരുന്ന ആ കാലത്തെ നിർണയിച്ചിട്ടുള്ള വിവിധ അധികാര ബന്ധങ്ങളുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക? അതിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യങ്ങളുമായി പോകാത്തത്? തീർച്ചയായും അപ്പോഴാണ് ഇപ്പൊ ടീച്ചർ തന്നെ ഒരു 2018 മുതൽ 24 വരെ ഒരു ഡാം തുറന്നതുപോലെയാണ് ഒരുപാട് നോവലുകളും ഒരുപാട് കഥകളും ലേഖനങ്ങളും പഠനങ്ങളും കവിതയും കുറിപ്പുകളും ഇങ്ങനെ പല ലോകങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വരുന്ന ഒരാൾ തീർച്ചയായും ഒരു വെളിച്ചവുമായിട്ട് വന്നു നിൽക്കുകയാണ്. അപ്പൊ നേരത്തെയുള്ള കഥകളിൽ നിന്ന് എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പോ ലളിതാംബിക അന്തർജനത്തെ പോലുള്ള വളരെ സമരോത്സുകമായ ഒരു ആത്മബോധത്തിലേക്ക് ഉണരുന്ന ഒരു സ്ത്രീയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആ കണ്ടന്റിനകത്തേക്ക് നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ, വിശ്വരൂപം പോലത്തെ ഒരു കഥ എടുക്കുമ്പോൾ ഒരു ഗ്ലോബലി വളർന്ന ഒരു ക്യാരക്ടറിനെ അവസാനം കൊണ്ടുവന്ന് ഒരു അമ്മയായി അനുഭവിക്കുന്ന ആഹ്ലാദത്തിലേക്ക് ആ ഐഡന്റിറ്റിയെ നിർണ്ണയിക്കുന്നതിൽ കഥ അവസാനിക്കുകയാണ്. പക്ഷെ ആ അപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ത്രീ എഴുതുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങൾ അതിനെ എങ്ങനെ വിശദീകരിക്കും എന്ന ചോദ്യത്തിന്റെ ഒരു പൊളിറ്റിക്സിന്റെ ആഴങ്ങളിലേക്ക് പോവുക എന്നുള്ളത്. അവിടെ നിന്ന് ഇങ്ങേ അറ്റത്ത് ഈ പറയുമ്പോൾ ഷീല ടോമി, ഈ പറയുന്ന ജിസ ടീച്ചർ, KR മീര ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്ദു മേനോൻ, ഷബിത ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടാത്ത ചിലതിലേക്ക് നമ്മുടെ നോട്ടം പായിക്കാനുള്ള എഴുത്തുകൾ ഇവരുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രമേയ തലത്തിൽ അതിനുണ്ടാകുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം ക്രാഫ്റ്റിൽ എന്ത് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നു എന്നുള്ളത്, ഈ പ്രമേയത്തിൽ ഈ പറയുന്ന എന്താ പറയുക, ഒരു പെൺ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് പോലെ, ഒരു ദളിത് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത് പോലെ ഒക്കെ കൊണ്ടുവരുന്നതിനപ്പുറത്താണ് നമ്മൾ അതുവരെ കഥയിലെ സാന്നിധ്യമല്ലാതിരുന്ന ഭൂപടങ്ങളെ കൊണ്ടുവരുന്നു. ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എത്നോഗ്രാഫി, ഒരു മാപ്പിംഗ് നടക്കുന്നു. കഥയിൽ ഈ മേഖലയിലാണ് വലിയ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കഥയുടെ ഒരു രൂപത്തിൽ നടക്കുന്ന ഒരു വലിയ പൊളിറ്റിക്സ് എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ ഇപ്പോ മലാല ടാക്കീസ് എഴുതിയ നിഷാദും ഗോൾവാൾക്കർ എഴുതിയ വിനോദ് കൃഷ്ണയും ഒക്കെ ഇപ്പോ ടീച്ചറുടെ പാതാളത്തിന്റെ കവാടങ്ങൾ, ഇപ്പൊ ഈ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മലാല ടാക്കീസും ഗോൾവാൾക്കറും ആ ശീർഷകത്തിൽ നിന്ന് പിന്നീട് നിങ്ങൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു വായനക്കാരെന്ന നിലയിൽ നമ്മളെ അത് ക്ഷണിക്കുന്നത് തന്നെ ഒരു പൊളിറ്റിക്സിനകത്ത് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം ആഹ്ലാദകരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഒരു കാലം കഴിയുമ്പോൾ ആ കാലത്ത് നിർണയിച്ച ഒരു വലിയ പ്രശ്നം ഒരു കഥയിൽ കൊണ്ടുവന്ന് ആ കഥാകൃത്ത് ആഹ്ലാദിക്കുന്നതിനപ്പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൃദുലിനെ പോലെ കൊണ്ടുവരുന്ന കഥകൾ, വളരെ ഗുപ്തമാക്കപ്പെട്ട അല്ലെങ്കിൽ മലയാള കഥയിൽ ഇല്ലാതിരുന്ന ഒരു അഭാവങ്ങളെയൊക്കെ പല നിലയിൽ കൊണ്ടുവരുന്ന, മലയാള ഭൂപടത്തിൽ, കഥാഭൂപടത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു ബൈനോക്കുലർ കൊണ്ടുവരുന്ന നോട്ടമാണ് യഥാർത്ഥത്തിൽ മലയാള കഥയുടെ പൊളിറ്റിക്സ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ നിഷാദ് എഴുതിയതും ഈ വിനോദ് കൃഷ്ണ എഴുതിയതും ഒക്കെ ഈ കാലത്തിന്റെ അധികാര ബന്ധങ്ങളോട് നമ്മൾ ഏത് നിലയിൽ പ്രതികരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ നമ്മൾ ഒരു ആത്മബോധത്തിലേക്ക് ഉയരേണ്ടതുണ്ട്, ഒരു പൊളിറ്റിക്കലി നമ്മൾ വളരേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആ കഥകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കാലത്തിൻ്റെത് എന്ന അർത്ഥത്തിൽ, ജിസ ടീച്ചർ ഉൾപ്പെടെയുള്ള കാലത്തിൻ്റെത് എന്നുള്ള നിലയിൽ. ഒപ്പം ഞാൻ വിചാരിക്കുന്നത് അതിനേക്കാൾ
അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ക്ലാസിക്കുകൾ എന്ന് വിളിക്കാൻ പാകത്തിൽ അതിൻ്റെ രൂപം എന്ന് ഞാൻ കരുതുന്നു. ആ ക്രാഫ്റ്റിനകത്ത് നടക്കുന്ന പരീക്ഷണങ്ങളാണ് പുതിയ കാലത്തെ മനോജ് വെങ്ങോലയുടേതായാലും ഹരീഷിൻ്റെതായാലും ഒക്കെ നമുക്ക് അതാണ് കൂടുതൽ ഭാവിയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വലിയ ഉത്സാഹം ഉണ്ടാക്കുക എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ കഥയുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഇവർ ചർച്ചയിൽ കൊണ്ടുവന്നു, അത് മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതേസമയത്ത് വിനോദ് കൃഷ്ണയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യക്ഷ രാഷ്ട്രീയ പ്രശ്നത്തെ അതിശക്തമായിട്ട് തന്നെ അടിക്കണം എന്നുള്ള മട്ടിൽ ഇത് ഒളിപ്പിച്ചു വെക്കുകയോ ധ്വനിപ്പിച്ചു വെക്കുകയോ ഒന്നും അല്ല, മറിച്ച് അതിശക്തമായിട്ട് തന്നെ അടിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് രണ്ടിനും സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ ഉതുപ്പാന്റെ കിണർ പോലുള്ള ഒരു കഥ അന്ന് അത് രാഷ്ട്രീയമേ അല്ല, അങ്ങനെ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും കാരൂരിന്റെ ഒരു കഥ. പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെള്ളത്തിന്റെ രാഷ്ട്രീയം വരികയും അതുപോലുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുമ്പോൾ അതൊരു പക്കാ രാഷ്ട്രീയ കഥയായിട്ട് തന്നെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. ചരിത്രത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എത്രയോ കാലമായിട്ട് ദളിത് എഴുത്തുകാർ വരാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന്, വരാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് എഴുതുന്നത് പോയിട്ട് എണീറ്റ് നിൽക്കാനോ ഒരു പേന പിടിക്കാനോ നേരം ഇല്ലാത്ത ഒരു സാഹചര്യം, അടിമപ്പണി എടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് വരാൻ പറ്റില്ല. പക്ഷെ കാലം വരുന്നതോടുകൂടി അവരുടെ അവസരങ്ങൾ, അവരുടെ സാധ്യതകൾ വരുന്നു, നമ്മളൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ഈ എല്ലാ തരം അരികുവൽക്കരിക്കപ്പെട്ട ആളുകളും മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണാനും കഴിയുന്നത്. കാലം ആണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ വായനയുടെ വളരെ പ്രധാനപ്പെട്ട പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ശക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി വീണ്ടും ഞാൻ വിനോദ് കൃഷ്ണയിലേക്ക്, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പ്രഹരശേഷിയുള്ള കഥകൾ, വല്ലാത്ത പ്രഹരശേഷിയുള്ള കഥകൾ, അതിൽ തന്നെ നമ്മുടെ ഒരു കഥ ബേപ്പൂർ കലാപത്തെ കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. വിനോദ് കൃഷ്ണ അതുകൂടി പറയണമെന്നാണ്. കാരണം വെച്ചാൽ അത് ഒരു സാമുദായിക പ്രശ്നവും ഇന്ത്യയിൽ വളർന്നു വരുന്ന അതേപോലുള്ളൊരു പ്രശ്നവും തന്നെയാണ്. ഇതൊരു പക്ഷേ തീർത്തുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബന്ധപ്പെടുത്തി കാണാൻ പറ്റും. ആ അർത്ഥത്തിൽ ബേപ്പൂർ കലാപത്തെ കുറിച്ച് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് വിനോദ് കൃഷ്ണയ്ക്ക് എന്നുള്ളൊരു ചോദ്യമാണ്. സാർ ഈ ചോദ്യം ചോദിച്ചത് നന്നായി. കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ ജോബിഷ് ഉന്നയിച്ച ഒരു പ്രശ്നത്തിലുള്ള ഒരു ഉത്തരം കൂടിയായി തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ കഥയിൽ സൗന്ദര്യാംശം പ്രധാനമാണ്, ക്രാഫ്റ്റ് പ്രധാനമാണ്. അങ്ങനെ ഒരു ക്രാഫ്റ്റ് ഉള്ള ഒരു രാഷ്ട്രീയ കഥയാണ് ബേപ്പൂർ കേസ്. കാരണം ആ കഥയിലെ കഥാപാത്രങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു കഥാപാത്രങ്ങളെ അറസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഭാവന അതിൽ വർക്ക് ചെയ്യുന്നത്, അതൊരു ക്രാഫ്റ്റായി മാറുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കഥ ഒരു അധികാര അല്ലെങ്കിൽ ഭരണകൂട ഭീകരതക്കെതിരെ സംസാരിക്കുന്ന കഥ എഴുതിയ ആളുടെ കഥയിൽ നിന്ന് ആ കഥാകൃത്ത് മരിച്ചതിന് ശേഷം ആ കഥാകൃത്തുക്കൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ തങ്ങൾക്ക് അപകടമാവും എന്ന് കരുതി ഭരണകൂടം ആ കഥാപാത്രങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ കഥയുടെ ക്രാഫ്റ്റ്, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഭാഷ ഒക്കെ മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഈ കാലം കടന്നു പോയാലും ഒരു പക്ഷേ ഈ കഥയിലെ സോൾ നഷ്ടപ്പെട്ടു പോയാലും ആ ക്രാഫ്റ്റ് അവിടെ നിലനിൽക്കും. അതാണ് നേരത്തെ ജോബിഷ് പറഞ്ഞ ഈ ക്രാഫ്റ്റ് ഒരു പ്രധാന സംഗതിയാണ് എന്ന് പറയുക. അപ്പൊ രാഷ്ട്രീയ കഥ എഴുതുമ്പോൾ നമുക്ക് നിലവിലുള്ള കഥയുടെ സൗന്ദര്യബോധത്തെ ഹനിക്കാതെ തന്നെ അതിൽ രാഷ്ട്രീയം ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ആ കഥ എഴുതാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ചരിത്രത്തിലെ നൈതികത നഷ്ടപ്പെട്ട മനുഷ്യരും ചരിത്രം എന്ന നൈതികതയെ സംരക്ഷിക്കാത്ത മനുഷ്യരും തമ്മിലുള്ള ഒരു കലഹം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു പഴയ പാർലമെന്റ് ഒരു പുതിയ പാർലമെന്റായി മാറുമ്പോൾ എന്തുകൊണ്ടാണ് പുതിയ നിർമ്മിതികൾ ഉണ്ടാവുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഒരു കഥയുടെ ടൈറ്റിൽ വായിക്കുമ്പോൾ ഒരു പക്ഷേ ഗോൾവാൾക്കറെ അറിയാത്ത ഒരാൾ അത് ഗൂഗിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം തേടി പോകുമ്പോൾ അയാൾക്ക് ഈ കഥയിൽ ഞാൻ പറയാത്ത മറ്റൊരു രാഷ്ട്രീയ ധ്വനി കൂടി പിടികിട്ടുമെന്നുള്ളതാണ്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് ആക്രമണം നടത്തിയത് RSS ആണ് എന്നുള്ളത്. RSSന്റെ പ്രധാന മെഷീനായി പ്രവർത്തിച്ച രണ്ടാമത്തെ
സർവ്വസംഘ ചാലകാണ് ഗോൾവാൾക്കർ എന്നുള്ളത്. ഗോൾവാൾക്കറിന്റെ നേതൃത്വത്തിൽ 1966 പാർലമെന്റ് ആക്രമിക്കപ്പെടുകയുണ്ടായി. ആ ആക്രമണത്തിൽ 7 പേർ ആ കലാപത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതിലൊരു പോലീസുകാരൻ മരിക്കുകയുണ്ടായി. ഈ കഥ വായിച്ചിട്ട് ഈ കഥയുടെ സൗന്ദര്യത്തിന് അപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരാൾക്ക്, അത്തരത്തിലുള്ള ഒരു തേടി പോകുന്ന ഒരു ശീലം ഉള്ള ഒരാൾക്ക് ആ കഥ വായിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരാക്രമണം പാർലമെന്റിൽ നടത്തിയത് ആരാണ് എന്നുള്ള ഒരു ചരിത്ര ബോധ്യം, ചരിത്ര യാഥാർത്ഥ്യം, ഒരു നുണയെ പൊളിക്കാനുള്ള ഒരു ട്രിഗർ ഉണ്ടാക്കുക എന്നുള്ളത് കഥയുടെ രാഷ്ട്രീയത്തിന്റെ ധർമ്മമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ കഥ എൻ്റെ കാലശേഷവും നിലനിൽക്കണം എന്നുള്ള യാതൊരു ആഗ്രഹവും എനിക്കില്ല. കാരണം എപ്പോഴും കഥാകൃത്ത് മരണമടയുകയും കഥ നിലനിൽക്കണമെന്നും വിചാരിക്കുന്ന സാമ്പ്രദായിക ശീല സ്വപ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു വിഷയമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം നാം മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഭാവി തലമുറക്ക് നടത്തിയെടുക്കാൻ വേണ്ടി വെറുതെ ഒരു മരണ സർട്ടിഫിക്കറ്റ് വെക്കുന്നത് പോലെ നമ്മുടെ കഥ നമ്മുടെ മരണശേഷം ഇവിടെ നിലനിന്നിട്ട് യാതൊരു കാര്യവുമില്ല. നാം ജീവിക്കുമ്പോൾ നമ്മുടെ കഥയും നമ്മുടെ കാലത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള വസ്തുവായിരിക്കണമെന്നുള്ള, അക്ഷരങ്ങളായിരിക്കണമെന്നുള്ള ഒരു തീർച്ച കൊണ്ടാണ് ഞാൻ ഈ ഒരു കലഹം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് വിനോദ് ചന്ദ്ര കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നുന്നത്, ഇത് കാലാതീതമായി നിലനിൽക്കുന്നത് തന്നെയാണ്. യാതൊരു സംശയവും കാലാതീതമായി നിലനിൽക്കും. ഇപ്പൊ അയനസ്കോന്റെ കാണ്ടാമൃഗം എന്ന് പറയുന്ന കൃതി ഉണ്ടല്ലോ, എത്ര മുമ്പ് എഴുതിയതാ. അന്നത്തെ സാഹചര്യത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും അത് പ്രസക്തമല്ലേ? ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ലേ? ഇനിയുള്ള കാലഘട്ടത്തിലും ഈ സംഗതി ചർച്ച ചെയ്യപ്പെടില്ലേ? അതേപോലെ വിനോദ് കൃഷ്ണയുടെ കഥ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെയാണ് അഡ്രസ് ചെയ്യുന്നതെങ്കിലും കാലം അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇനി മറ്റൊരു കാര്യം നിഷാദിനോടാണ്. നിഷാദ് പിന്നെ ജിസ സൂചിപ്പിച്ച ഈ സ്ത്രീകൾ എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങളും അത് വായിക്കുന്നിടത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ ആതിര സൈക്കിൾ എന്ന് പറയുന്ന ഒരു കഥ നിഷാദ് എഴുതിയിട്ടുണ്ട്. നേരത്തെ മലാല ടാക്കിസ് പറഞ്ഞതുപോലെ തന്നെ അത് വളരെ ലളിതമായ ഒരു സംഗതിയാണ്. പക്ഷെ അത് ഉയർത്തുന്ന ചില ധ്വനികൾ, ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു ധ്വനികൾ. കാരണം വിനോദ് കൃഷ്ണ പറഞ്ഞതുപോലെയല്ല, മറിച്ച് വിനോദ് കൃഷ്ണ ബേപ്പൂർ കേസിൽ ധ്വനി എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ഏകദേശം സ്വാധീനിക്കാനാവും. ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുന്ന കലാഭംഗിയുള്ള ചില പ്രയോഗങ്ങൾ ആതിര സൈക്കിളിലുണ്ട്. ആതിര സൈക്കിളിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ജിസ ടീച്ചറോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പം പൊതുവെ നമ്മൾ പറയുന്നത് KR മീര അല്ലെങ്കിൽ ജിസ ജോസ് അല്ലെങ്കിൽ അതുപോലെ വനിത സോണിയ റഫീഖ് അല്ലെങ്കിൽ ഷാഹിന കെ റഫീഖ്, ഇവരൊക്കെ എഴുതുമ്പോഴാണ് സ്ത്രീകളുടെ ജീവിതം പുറത്തു വരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പൊതുവെ എനിക്ക് തോന്നുന്നു EP രാജഗോപാല മാഷാണ് ആദ്യമായിട്ട് എൻ്റെ കഥകളിൽ സ്ത്രീകളുടെ ലോകമുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരാൾ. എനിക്ക് തോന്നുന്നു ഷോക്ക് എന്ന കഥാസമാഹാരത്തിന് വേണ്ടി അദ്ദേഹം എൻ്റെ കഥകൾ സൂക്ഷ്മമായി വായിച്ചത് കൊണ്ടാവാം. പിന്നെ ഒരു സുനിൽ C എന്ന ഇത് വരും. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു, എന്നാ എഴുതിക്കളയാം, ഇവരല്ലല്ലോ, ഞാനും കൂടി അങ്ങ് എഴുതിക്കളയാം, ഞാനും കൂടി അങ്ങ് എഴുതിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് എഴുതുന്നൊന്നുമല്ല. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാലഘട്ടം സ്വാഭാവികമായിട്ടും നമ്മുടെ എഴുത്തുകളിൽ കലരും എന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാരും അതിൻ്റെ ഭാഗമാവും. ഈ മുന്നിരിക്കുന്ന അരുണ ആലഞ്ചേരിയെ പോലുള്ള അല്ല റീജ മുകുന്ദനെ പോലുള്ള സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതലുള്ളത്. വനിതാ സുഹൃത്തുക്കളാണ്, ആൺ സുഹൃത്തുക്കൾക്കാണ് കൂടുതൽ. ഇവര് ഇപ്പം അരുണയോ അല്ലെങ്കിൽ റീജ മുകുന്ദനോ അല്ലെങ്കിൽ എൻ്റെ മറ്റു സുഹൃത്തുക്കളോ, ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, പഠിക്കുന്ന കാലം മുതലേ പെൺ സുഹൃത്തുക്കളുണ്ട്. ഇവരൊന്നും നിഷാദ ഈ കഥ എഴുതുന്നു പറഞ്ഞിട്ട് എന്നോട് എഴുതുന്നില്ല. എത്രയോ ആൺ സുഹൃത്തുക്കൾ, എടാ ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇങ്ങനെ തീമുണ്ട്, തീം തരാം, പ്ലോട്ട് തരാം, ഇന്നലെ മുകുന്ദൻ പറഞ്ഞ പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒറ്റ കഥയും ഞാൻ എഴുതിയിട്ടില്ല. അതനുസരിച്ച് ഇവർ പറയാതെ വിട്ട കുറെ കാര്യങ്ങൾ എൻ്റെ കഥയിൽ എങ്ങനെയോ കയറി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, അവർ പോയി. ഒരു ദിവസം എന്നോട് ഫോൺ ചെയ്യുന്നതിനിടയിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയ്യോ നാളത്തെ ദോഷമാവും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി.
ഈ ഒരൊറ്റ സംഭാഷണത്തിൽ നിന്നാണ് ഞാൻ അഭിനേതാക്കൾ എന്നൊരു കഥ എഴുതിയത്. ആ കഥ വളരെ ചെറുതാണ്. അത് വന്നത് മലയാള മനോരമ ആശുപത്രിയിലാണ്. നമ്മുടെ KR മീര ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള MS ദിലീപ് ആണ് മനോരമയുടെ പത്രാധിപർ. പുള്ളിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് എഴുത്തുകാരെ കൊണ്ട്, ആനന്ദിനെയും സച്ചിദാനന്ദനെയും പിന്നെ അങ്ങനെ പ്രമുഖരായ സാറാ ജോസഫിന്റെ അലാഹയുടെ പെൺമക്കൾ എഴുതിച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച ലിറ്റററി എഡിറ്ററായ സുന്ദർദാസ് മാഷ് എന്നെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഏറ്റവും ഗംഭീര കഥയാണത്, മനോരമയിൽ വന്ന കഥ. ആകെ 2 പാരഗ്രാഫേ ഉള്ളൂ. ആ കഥ ഇങ്ങനെയാണ്: ഒരു വീട്ടില് എല്ലാവരും വൈകിട്ടാകുമ്പോൾ അവരുടെ വേഷങ്ങൾ അഴിച്ചു വെക്കുകയാണ്. രാത്രിയായല്ലോ. അപ്പോൾ ഓരോ ആൾക്കാരും ഭാര്യയായിട്ടും അല്ല വേറൊരു ജീവിയായിട്ടും മോനായിട്ടും ഭർത്താവായിട്ടും അവർ മൊബൈലിൽ ഓരോ റൂമിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവുന്ന, അയ്യോ നാളത്തെ ദോശമാവ് വെച്ചിട്ടില്ലല്ലോ, ഇതിനു വേണ്ടിയിട്ട് മാവ് വെച്ചിട്ടില്ലല്ലോ തോന്നിയിട്ട് അവർ വീണ്ടും പഴയ ഭാര്യയുടെ കുപ്പായം ഇട്ട് നല്ല ശബ്ദമുള്ള കാലടികളോടെ അടുക്കളയിലേക്ക് പോയി. ഇത്രയും കഥയുള്ളൂ, വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇത് ഈ പറഞ്ഞ പോലെ അന്ന് ആ കൂട്ടുകാർ എഴുതണം ഈ കഥയാണെന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്ന സംഗതിയല്ല. സ്വാഭാവികമായിട്ടും ആതിര സൈക്കിളും ഇതുപോലെ ഞാൻ സങ്കല്പിച്ചതാണ്. ഇപ്പം ആതിര എന്ന് പറയുന്ന ഒരു ടീച്ചർ, അവര് സ്വാഭാവികമായിട്ടും ടീച്ചർമാരൊന്നും സൈക്കിളിൽ നമ്മുടെ നാട്ടിൽ വരുന്നത് എനിക്കറിയില്ല, വരുന്നുണ്ടാവാം ചിലപ്പം. പിന്നെ മുകുന്ദനൊക്കെ എഴുതിയ പോലെ ഡൽഹിയിൽ സൈക്കിൾ എടുത്തിട്ട് പിന്നെ ആലപ്പുഴയിൽ ചിലപ്പോൾ ഉണ്ടാവും സൈക്കിൾ. നമ്മുടെ സർസേത് കോളേജിൽ കുറച്ച് അധ്യാപകരുണ്ട്, ടീച്ചർമാരും ഇതൊരു വന്നു തുടങ്ങിയിട്ടില്ല, ഭാവിയിൽ വരുമായിരിക്കാം. അപ്പൊ ആതിര എന്ന് പറയുന്ന ഒരു ടീച്ചർ ഒരു രാത്രിയിൽ മകന്റെ സൈക്കിൾ എടുത്തിട്ട് യാത്ര ചെയ്യാണ്. അപ്പൊ അവർ കാണുന്ന കാഴ്ചകളാണ് ഈ സ്കൂളിൻ്റെ ഉള്ളിൽ ചീട്ട് കളിക്കുന്നു, അപ്പൊ അവരെ ഓടിക്കുന്നു, ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇവർ ആലോചിക്കും, ഇത് പകലായിരുന്നെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറയും, യാതൊരു ടീച്ചർ എന്താ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ഇതൊന്നും പ്രശ്നമില്ല, രാത്രി നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്ന മുഴുവൻ. എന്നിട്ട് ആ കഥ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് 8ാം ക്ലാസ്സിൽ ഏതോ കുട്ടീനെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് തുരത്തിയിട്ട് മോളോട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലിറങ്ങുന്നു. വീട്ടിൽ ബാക്കി വന്ന ഫുഡ് വഴിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സഞ്ചരിച്ച് വന്നിട്ട് വീട്ടിലെത്തി സൈക്കിൾ വെച്ചിട്ട് കടന്നുറങ്ങാണ്. പിറ്റേന്ന് രാവിലെ മോന്റെ നിലവിലാണ്, അയ്യോ എൻ്റെ സൈക്കിൾ കാണാനില്ലേ എന്ന് പറയുന്നിടത്താണ് ഈ കഥ തീരുന്നത്. ഈ കഥ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മയുള്ളത്, പിന്നെ കാരശ്ശേരി മാഷം മോനും എൻ്റെ അടുത്ത സുഹൃത്തല്ലേ NB ആശ്രീ വനിതയും മാധ്യമങ്ങളും എന്നൊരു വിഷയത്തിൽ എന്നോട് പിന്നെ അവിടെ ഒരു ടോക്കൺ പോയപ്പോൾ എന്നോട് നീ വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യും, വെറുതെ ഈ സംസാരിക്കുന്നു വേണ്ട. ഞാൻ അവിടെ ഈ കഥ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കഥയിലെ സൈക്കിളിന് എന്ത് സംഭവിച്ചു അത് തന്നെയാണ് വനിതകൾ ക്യാമറ എടുത്താലും എന്തെടുത്താലും സംഭവിക്കാൻ പോകുന്നത്. അത് കാണാണ്ടാവും, ഉറപ്പാണ്. അല്ലെങ്കിൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഈ അർത്ഥത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ കേട്ടറിഞ്ഞ ആളുകൾ, എൻ്റെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ കഥയിൽ കലരുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്നാൽ എഴുതിക്കളയാം എന്ന് വെച്ച് എഴുതുന്ന സംഗതിയേ അല്ല. അതാണ് ഇതിനോടുള്ള പ്രതികരണം. ഒരു കാര്യം കൂടി, എനിക്ക് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളോടുള്ള ഒരു സങ്കടം കൂടി പറയണം. കാരണം ജോബിഷായാലും വിനോദായാലും എനിക്ക് തോന്നുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ കഥ എഴുതിയാൽ മാത്രമേ നിങ്ങൾ വായിക്കുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ നല്ല കഥകളൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. ഈ പറയുന്ന നിഷാദ് പഴയ കഥ എഴുതി ഇത് എഴുതുന്നത് ഇവർ പറയാണ്. എൻ്റെ നല്ല കഥകളൊക്കെ വന്നിട്ടുള്ള പ്രസാധകൻ സമാന്തര മാസികകളിലാണ്. എനിക്ക് ഓർമ്മയുള്ളത് എന്താ വെച്ചാൽ, ഒരു പത്രാധിപർ കുറേ കാലം ഫ്രീസറിൽ വെക്കുന്ന പോലെ എൻ്റെ കുറേ കഥകൾ വെച്ചതുകൊണ്ടാണ് എൻ്റെ കഥകളൊന്നും നിങ്ങൾ വായിക്കാതെ പോയത്. PK പാറക്കടവ് എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും ബഹുമാനം തന്നുള്ള പത്രാധിപർ മാധ്യമം ആശുപത്രിന്ന് രാജിവെക്കുന്നതിന് തൊട്ടും എന്നോട് പറഞ്ഞു, നിഷാദിൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചുകൊണ്ട് എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാതൃഭൂമി ആശുപത്രിയിൽ ഒരു വർഷം ഫ്രീസറിൽ നിന്നൊരു കഥ തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അത് മാധ്യമത്തിൽ അച്ചടിച്ച് വരികയും ചെയ്യണ്ടായി. പക്ഷെ അത് ആരും വായിച്ചിട്ടില്ല. ആ കഥയുടെ പേര് സൈലന്റ് എക്സ്പ്രസ് എന്നാണ്. സൈലന്റ് എക്സ്പ്രസ് എന്നാണ്. അത് മിസ്സിസ് ഷെർലക് ഹോംസിന്റെ കഥാസമാഹാരത്തിൽ വന്നിട്ടുണ്ട്. അതും മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് പ്രധാനമന്ത്രിയുടെ പുതിയ പദ്ധതി പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിലെ ഉള്ള ആരാധന അമ്പലങ്ങളും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു തീവണ്ടി. ഈ തീവണ്ടിയിലാണ് ഈ കഥ നടക്കുന്നത്. തീവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പം അതിലൊരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട്. അപ്പൊ ഇയാൾ സന്ധ്യാസമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അംഗശുദ്ധിയൊക്കെ വരുത്തിയിട്ട് വരുമ്പോൾ തന്നെ ആൾറെഡി ഇയാളെ കാണുന്ന ആൾക്കാർ ഇയാളെന്താ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കിയിട്ടാണ്. ആ വൈകിട്ട് ഇയാൾ ബാങ്ക് വിളിക്കുന്നതോടുകൂടി അംഗശുദ്ധി വരുത്തിയിട്ട് എവിടെയെങ്കിലും ഒരു സ്പേസ് നോക്കുന്നിടത്ത് തന്നെ ഇവരെ മൊത്തം ആ ബോഗി മുഴുവൻ വേറൊരു സംഗതിയായിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കിക്കഴിയുമ്പം ഇയാള് നമ്മുടെ ഇതിൻ്റെ അടിയിൽ വലിയൊരു കെട്ടുണ്ട്. ഈ കെട്ടുന്ന കുറച്ച് കഴിയുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവർക്ക് മണം കിട്ടുകയാണ്. അപ്പൊ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇത് ബീഫ്, ആരോ തുറന്നു നോക്കും ബീഫിന്റെ വലിയൊരു കഷ്ണമാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ കഥ തീരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി കൊല്ലുകയാണ്. അപ്പൊ കഥേന്റെ അവസാനം ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആരെങ്കിലും ആ കെട്ടൊന്ന് മറിച്ച് വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടന്ന് ചത്തൊരു എലിയെയും അവിടെ എന്താണ് സൽമാൻ ഹൽവാവാല എന്ന് പറഞ്ഞ അവന്റെ അമ്മീജാൻ എഴുതിയൊരു വാക്കും കാണാമായിരുന്നു. അത് കണ്ടിട്ടില്ല ഇവര്. ഇങ്ങനെയാണ് കഥ. സൈലന്റ് എക്സ്പ്രസ് എന്നാണ് ഈ കഥയുടെ പേര്. ഇത് ഈ സുഹൃത്തുക്കളൊന്നും വായിച്ചിട്ടില്ല, എനിക്ക് സങ്കടമുണ്ട്. ഇതുപോലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട് വിനോദ് ജോബിഷ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. അതെ, അതാകത്തിന്റെ സങ്കടമാണ് പ്രസിദ്ധീകരണത്തിന്റെ സ്ഥിതിഗതികൾ. ഞാൻ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ,
ഇപ്പൊ നിഷാദ് പറഞ്ഞ ഈ എന്താ പറയാ ദോശമാവിന്റെ ഒരു കഥ പറഞ്ഞില്ലേ, അത് ഒരു പെണ്ണിന്റെ മനസ്സിൽ മാത്രമേ അത് വരുള്ളൂ, അയാളുടെ ഒരു അനുഭവം കൂടിയാണ്. അത് വെച്ചിട്ട് ഞാൻ ഒറ്റ ഒരു വാക്യം വായിക്കാം. നിങ്ങൾ ഈ തുടച്ചു മിനുക്കിയിട്ട വലിയ പള്ളിക്കകത്ത് അലങ്കരിച്ച അൽത്താരയ്ക്ക് മുന്നിലിരുന്ന് നല്ല ഉടുപ്പുകളും ഇട്ട് ബൈബിളും പിടിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തി പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കുന്നതുമല്ല ജീവിതം. അതിൽ നിറയെ ചോരയും കണ്ണീരുമാണ്. നിങ്ങൾ എപ്പോഴേലും തണ്ടും തടിയുമുള്ള ആണൊരുത്തൻ ഉടല് കീറി പറിക്കുന്നതും കടിച്ചു കുടയുന്നതും അറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചും മറിച്ചും പിന്നെ അവന് തോന്നും പോലൊക്കെ കിടത്തിയിട്ടും നിർത്തിയിട്ടും ബലാത്സംഗം ചെയ്യുമ്പോഴത്തെ വേദന അറിയാവോ? എന്നിട്ട് സുഖിച്ചില്ല എന്ന ചോദ്യം കേൾക്കുമ്പോൾ ആട്ടി തുപ്പാൻ പറ്റാതെ കണ്ണീരിറക്കി നിന്നിട്ടുണ്ടോ? അവൻ കൂട്ടിക്കൊണ്ട് വരുന്നമാർക്കൊക്കെ കടന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? പട്ടിണി കടന്ന് സഹികെട്ട് അവനോട് കാശ് ചോദിക്കുമ്പോൾ തേവിടി ശീന്ന് വിളിച്ച് തല്ലി ചതയ്ക്കുമ്പോഴത്തെ സുഖം അറിയാവോ? ഈ നരകത്തിനെല്ലാം ഇടയിൽ പെറ്റിട്ടുണ്ടോ? അതും പെമ്മക്കളെ അവറ്റകളെ വളർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ എന്നെ ഉപദേശിക്കാൻ വരരുത്, എന്നെ നന്നാക്കാനും വരരുത്. രാത്രിയോ അതിദീർഘം എന്ന് പറയുന്ന ജിസയുടെ കഥയുടെ വരികളാണ്. ഇതെനിക്ക് തോന്നുന്നില്ല ജിസ പോലെയുള്ള ഒരു പെണ്ണിനല്ലാതെ ഇത്ര ഭംഗിയായിട്ട് ഇത് ആവിഷ്കരിക്കാൻ കഴിയുമെന്ന്. ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് സത്യം പറഞ്ഞാൽ മുഴുവൻ പുരുഷ ലോകത്തിന്റെയും മുകളിൽ ചൂട്ട കെട്ടിയിട്ട് കുത്തു എന്നൊക്കെ പറയുന്നില്ലേ, ആ അർത്ഥത്തിലുള്ള ഒരു കുത്താണ് ജിസ ചെയ്തിട്ടുള്ളത്. എന്താണ് ജിസയ്ക്ക് പറയാനുള്ളത്? മാഷ കഥ വായിച്ചപ്പോൾ എനിക്കും കുറച്ച് ഇമോഷണലായി. കഥ വന്നിട്ട് ഒരു 1.5 വർഷം മുമ്പ് വന്ന കഥയാണ്. ഞാൻ മറന്നുപോയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ കഥ എഴുതാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതുവഴി പോകുമ്പോൾ 2 കന്യാസ്ത്രീകൾ ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോണത് കണ്ടു. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരെന്തിനായിരിക്കും അതിനകത്ത് പോയതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അത്രയും എനിക്ക് എൻ്റെ മനസ്സിൽ കടന്നു ആ ഒരു ചിത്രം. അത് പിന്നെ എപ്പോഴോ ഞാനൊരു കഥയാക്കി മാറ്റിയതാണ്. ഇതുപോലെ കുറച്ച് ഭാഗം എഴുതി വെച്ചു. പിന്നെ കുറേ കാലം കൊണ്ടൊക്കെയാണ് എപ്പോഴും ആരോ ചോദിച്ചപ്പോൾ ഒരു കഥ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതി പൂർത്തിയാക്കിയതാണ്. അപ്പോൾ അവര് കന്യാസ്ത്രീകൾ അങ്ങനെ പൊതുവെ അവരുടെ ഒരു ചാരിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട്, ജയിലിലൊക്കെ പോയിട്ട് കുറ്റവാളികളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് അനുവദിക്കില്ല. മുമ്പ് അത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പെർമിഷൻ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതും എല്ലാം ബന്ധിപ്പിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറ്റം ചെയ്ത ഒരു സ്ത്രീ അവളെ തിരുത്താൻ വേണ്ടി, അവള് ഭയങ്കര പരുക്കനായിട്ടുള്ള, ഒട്ടും തുറന്ന് സംസാരിക്കാത്ത ഒരു സ്ത്രീയാണ്. അപ്പൊ അവളെ ഉപദേശിക്കാൻ വേണ്ടി ഇവര് പോകുന്നു. അവള് ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ജയിലിലായതാണ്. അപ്പോൾ അതോ കുട്ടികളെ അങ്ങനെ എന്തോ ആണ്, ഭയങ്കര ക്രൂരമായ, നമ്മള് സാധാരണഗതിയിൽ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത അതിക്രൂരമായ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് ജയിലിലായതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മനസ്സ് അവസാനം ഇങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല, അല്ല ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല. അവരനുഭവിക്കുന്ന സംഘർഷങ്ങള്. അപ്പൊ ആ ജയിലിലുള്ള ഒരുപാട് കുറ്റവാളികളായ സ്ത്രീകളുണ്ട്. അവര് ഒക്കെയും ഇതേപോലത്തെ പലതരം സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. നമ്മളെപ്പോഴും സ്ത്രീകളായിട്ടുള്ള കുറ്റവാളികളോടുള്ള സമൂഹത്തിന്റെ ഒരു മനോഭാവം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഞാൻ കുറെ തർക്കിക്കാറുണ്ട്. ഇത്തരം കേസുകൾ വരുമ്പോൾ എന്തൊരു ദുഷ്ടയാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നത്, എങ്ങനെ അവളൊരു അമ്മയല്ലേ, അവളൊരു ഭാര്യയല്ലേ, മറ്റേതല്ലേ മറിച്ചതല്ലേ എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പൊ എല്ലാ ദിവസവും പേപ്പറിൽ പുരുഷന്മാര് ചെയ്യുന്ന ക്രൂരതകളുടെ കഥയുണ്ടാവും. ഞാൻ കഴിഞ്ഞ ഇതിലും സംസാരിച്ചതാണത്. അപ്പൊ ഒരു ദിവസമെങ്കിലും മിനിമം ഒരു 3 വാർത്തയെങ്കിലും പുരുഷന്മാര് ചെയ്യുന്ന ക്രൂരത, ഒന്നെങ്കിൽ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു, മക്കളെ ഉപദ്രവിച്ചു, അങ്ങനെ ആ രീതിയിലുള്ള കാമുകിയെ കൊല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലത്തെ വാർത്തകൾ കാണും. പക്ഷെ നമ്മൾ കഥ കാണുമ്പോൾ അവനൊരു അച്ഛനല്ലേ, അവന് മനുഷ്യത്വം ഇല്ലേന്നൊന്നും ആരും ചോദിക്കാറില്ല. പക്ഷെ ഒരു സ്ത്രീ കുറ്റം ചെയ്താൽ ഉടനെ ഈ മാതിരിയുള്ള കുറേ കാര്യങ്ങളും കൊണ്ടുവരും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ കുറ്റവാളികളാവുന്നത്? ചില സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അതിനെന്താണ് പ്രതിവിധി ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യരാണ്, പലതരം സാഹചര്യങ്ങളാണ്. അപ്പോൾ നിഷാദ് പറഞ്ഞു, സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകളുടെ കഥ എഴുതാൻ പറ്റുക എന്നുള്ളത്. അത് സത്യമാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റും. ആതിര സൈക്കിൾ അതേപോലെ ആ സമാഹാരത്തിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോണില് ഒരു സ്ത്രീ, വേറെ ആരും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് ആ സ്ത്രീ വേറൊരു ഫോൺ കൂടി വാങ്ങിച്ചൊരു സിമ്മും കൂടി ഇട്ട് അതിനോട് അതെ ശൈലജ എന്നുള്ള പേര്, ശൈലജയും അങ്ങനെ അതൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ എമ്പതി എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതം, മറ്റൊരു ലിംഗവിഭാഗത്തിന്റെ ജീവിതം, അതിപ്പോ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഥ എഴുതുമ്പോഴും ഇതേ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഏത് ജെൻഡറിലാണോ ഉൾപ്പെട്ടത് അതല്ലാത്ത വേറൊന്നിന്റെ കഥ നമുക്ക് പറയാൻ പറ്റും. അതിനോട് പക്ഷെ ഒരു എമ്പതി ഉണ്ടാവണം, അതിനോട് അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ എഴുതിയത് എനിക്ക് സ്ത്രീ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കത് നല്ലോണം
വളരെ തീവ്രമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾ അവർ കുറ്റവാളികളല്ല, സത്യം പറഞ്ഞാൽ അവരെ അങ്ങനെ ആക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു 100 കണക്കിന് സ്ത്രീകളുണ്ട് നമ്മളുടെ, 100 അല്ല എത്രയോ സ്ത്രീകൾ ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും ഒറ്റയടിക്ക് അവരെയൊക്കെ അവരുടെ മുഴുവൻ സഹനത്തെയും റദ്ദ് ചെയ്തിട്ട് അവരെന്താണോ ചെയ്തത്, അവസാനം ചെയ്തത്, അവർ ചെയ്ത ഒരു കൊലയാണെങ്കിൽ അതിനെ മാത്രം ഉയർത്തിക്കാട്ടിയിട്ട് അതിദുഷ്ടയായ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ആ രീതിയിലേക്ക് മാറ്റി അതിനെ, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ മാറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പെണ്ണെഴുത്ത് വേണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാദങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും സ്ത്രീകളുടെ ജീവിതം അത് ഒരു സ്ത്രീ ആയിരുന്നു കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന അത്രയും ഒരു പുരുഷന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അവർക്ക് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ നിഷാദ് പറഞ്ഞപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് ഓർത്തതാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ രാത്രി പോയിട്ട് അരച്ചു വെക്കാനുള്ള നാളെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കണം. അപ്പോൾ അരിയും ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് എനിക്ക് വരുന്നത്. ഇനി പോയിട്ട് ഇത് അരച്ചു വെക്കണം. ഇപ്പൊ അതാ ഓർത്ത ഇനി എപ്പോഴാ തിരിച്ചെത്തുക, എപ്പോഴാ ഇത് അരച്ചു വെക്കാന്ന്. അപ്പൊ അങ്ങനത്തെ ചില സ്ത്രീകൾ അനുഭവിക്കുന്ന സവിശേഷമായിട്ട് നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ എന്തിനാ ഇങ്ങനെ പരാതി പറയുന്നത്, അവർക്ക് എന്തിന്റെ കുറവാണ്, എല്ലാ പ്രിവിലേജുകളും അവർക്കുണ്ട്, പെണ്ണായതുകൊണ്ട് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. എന്നിട്ടും പിന്നെ നോബൽ സമ്മാനം കിട്ടിയ സ്ത്രീകളുണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ടും പെണ്ണുങ്ങൾ ഇങ്ങനെ അയ്യോ ഞങ്ങളെ പരിഗണിക്കുന്നില്ലേ എന്ന് പരാതി പറയുകയാണല്ലോ എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞത് പരാതിയല്ല, ഇതൊരു വസ്തുതയാണ്. അപ്പോൾ മാധവിക്കുട്ടിയുടെ ഒരു കഥയാണ് ഞാൻ ഓർക്കുന്നത്. മാധവിക്കുട്ടിയുടെ കഥകൾ അന്വേഷിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അത്ര ശ്രദ്ധിക്കപ്പെട്ട കഥയല്ല, പക്ഷേ അതിലൊരു സ്ത്രീ കഥ എഴുതാൻ ഇരിക്കുന്നതാണ്. ഞാൻ മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്ത്രീ എഴുതാൻ തുടങ്ങുമ്പോൾ അവർ വിചാരിക്കുന്നത് അയ്യോ ഞാൻ എഴുതുമ്പോൾ അത് ഭയങ്കര സെന്റിമെന്റൽ ആകുമോ, പൈങ്കിളിയായി മാറുമോ, ഭയങ്കര പൈങ്കിളി എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, കനമില്ലാതാകുമോ, പിന്നെ എല്ലാവരും എനിക്ക് പരിചിതരാണ്, അപ്പൊ ആരുടെയെങ്കിലും ചായ തോന്നുമോ കഥാപാത്രങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ ആലോചിച്ച് അവസാനം അവര് കഥ എഴുത്ത് നിർത്തുന്നതാണ്. കഥ എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. വിളക്ക് കൊളുത്താൻ പോവാണ്, സന്ധ്യയായി അപ്പോഴേക്കും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, ഇത്തരം അനുഭവങ്ങളൊക്കെ എഴുത്തുകാരികൾ നേരിടാറുണ്ട്. അതിനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പ്രയാസങ്ങളില്ല, ഒരുപാട് സൗകര്യങ്ങളും പ്രിവിലേജുകളും ഉണ്ട്. പക്ഷേ നമ്മുടെ എഴുത്ത് വായിക്കപ്പെടുന്ന രീതി ഒന്നും കൂടി മാറേണ്ടതുണ്ട്. എഴുത്തുകാരികൾ, എനിക്കറിയില്ല, അത് ആ ഒരു കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ദോശമാവിനെ കുറിച്ചൊക്കെ സ്ത്രീകൾക്ക് ആകുലപ്പെടേണ്ടി വരും. അപ്പൊ അതൊക്കെ സമീപ ഭാവിയിൽ അതൊക്കെ ഇല്ലാതാകുമായിരിക്കാം. ഇല്ലാതായാൽ പിന്നെ എന്താവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് ബാധ്യതകളും ഭാരങ്ങളും ചുമക്കുന്നവർ തന്നെയാണ് സ്ത്രീകൾ. അതിനിടയിലാണ് അവർ എഴുതുന്നത്. അവരുടെ എഴുത്ത് അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല ആ എഴുത്ത് അർഹിക്കുന്ന പരിഗണന അതിന് തീർച്ചയായിട്ടും കിട്ടേണ്ടതുണ്ട്. അതിനിടയിൽ വിനോദ് കൃഷ്ണയ്ക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്ന് വിനോദ് കൃഷ്ണയിലേക്ക് ഞാൻ തീർച്ചയായിട്ടും ജോബിഷിലേക്ക് വരും. കാരണം ആകെ വായനക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നത് ജോബിഷാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും ജോബിഷിലേക്ക് വരും. അതിനു മുമ്പ് വിനോദ് കൃഷ്ണക്ക് പറയാനുള്ള എന്തോ ഒരു കാര്യം അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന് പോകേണ്ടതുള്ളത് കൊണ്ട് നേരത്തെ നിഷാദിന്റെ കഥകൾ ഞാനും ജോബിഷും വായിക്കാത്തത് കൊണ്ടല്ല, നിഷാദ് എഴുതിയ കഥകളെ കുറിച്ച് ബോധപൂർവം ഞാൻ പറയാതിരുന്നത് നിഷാദിനെ ഞാൻ കുഴപ്പത്തിലാക്കണ്ട എന്ന് കരുതിയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂതകാല ഓർമ്മയാണ്, നിഷാദിന് കാർഡുകൾ അയക്കുന്ന പതിവുണ്ട്. സുഹൃത്തുക്കൾക്ക് മുഴുവൻ കാർഡുകൾ അയക്കും. ഫ്രീ പ്രസ് എന്ന് പറയുന്ന വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉള്ള ഒരു മാഗസിൻ ഡൽഹിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് നിഷാദായിരുന്നു അതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള, വിനോദ് ജോസും ഉണ്ടായിരുന്നു. ആ സമയത്ത് പോളിസ്റ്റർ കിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം, പോളിസ്റ്റർ പ്രിൻസ് ആണെന്ന് തോന്നുന്നു, പോളിസ്റ്റർ പ്രിൻസ് എന്ന് പറയുന്ന അംബാനിയുടെ ഒരു ലൈഫ് കുറിച്ചുള്ള ഒരു പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ച സമയത്ത് അത് ആദ്യം കവർ സ്റ്റോറി ആക്കിയതും ഇന്ത്യൻ വായനക്കാരെ അത്തരത്തിലൊരു പുസ്തകത്തിന്റെ പൊളിറ്റിക്കൽ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞതും നിഷാദാണ്. ഇതൊന്നും അറിയാതെ നിഷാദ് എഴുതിയ ഒരു കാർഡിന് ഞാൻ മലയാളത്തിൽ തിരിച്ചൊരു കാർഡ് അയച്ചതിൻ്റെ പേരിൽ റിലയൻസിന്റെ പോലീസ് അവന്റെ ഫ്ലാറ്റിൽ കയറി ഇറങ്ങിയ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് വീണ്ടും അവർ വളരെ ശക്തമായി ഭരിക്കുന്ന ഒരു കാലത്ത് നിഷാദിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ആ കഥകളിലേക്ക് പോവാതിരുന്നത്. അത് ഞങ്ങൾ വായിക്കാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം കഥകൾ വായിച്ചിട്ട് അത് നിഷാദ് എഴുതിയ കഥയാണ് എന്ന് തൽക്കാലം 240 സീറ്റിൽ ഒതുങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം അത് ഉറക്കെ പറയണ്ട എന്നുള്ള അഭ്യർത്ഥന
ആണ് എനിക്കുള്ളത്. അത് പറയാനാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നത്. പിന്നെ ഒരു അത്യാവശ്യമായ ഒരു സ്ഥലത്ത് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ അടുത്ത സെഷൻ ഉണ്ട്. എനിക്ക് അവിടത്തേക്കുള്ള അത്യാവശ്യത്തിനാണ് പോകേണ്ടത്, അല്ലാണ്ട് വേറെ നമ്മൾ അത്യാവശ്യത്തിന് പോകുന്ന സ്ഥലത്തേക്കല്ല പോകേണ്ടത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ ഇറങ്ങും. നിങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ട് എല്ലാവർക്കും സ്നേഹം. വിനോദ് കൃഷ്ണ സൂക്ഷിച്ചു പോകണം എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഏത് അത്യാവശ്യത്തിലേക്ക് പോവുകയാണെങ്കിലും. അതുകൊണ്ട് ഇത്രയും നേരം ഈ എഴുത്തുകാരൊക്കെയാണ് സംസാരിച്ചത്. അതേ സമയത്ത് വായനക്കാരുടെ പ്രതിനിധിയായിട്ട് ജോബിഷാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് വായനക്കാർക്ക് എന്താ പറയാനുള്ളതെന്ന് ജോബിഷ് ഒന്ന് ചുരുക്കി പറയണം. ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടി എന്നെ തല്ലി ശരിപ്പെടുത്തും സമയത്തിന് നിർത്തിയിട്ടില്ലെങ്കിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞത് ഒരു കഥ പ്രമേയപരമായ പുതുമകൾ പോലെ തന്നെ അതിൻ്റെ ഒരു മാധ്യമപരമായ ഒരു വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം നേരത്തെ പറഞ്ഞത്. ഇപ്പൊ വിനോദ് കൃഷ്ണ ഇപ്പൊ ബേപ്പൂർ കേസ് ആദ്യം എഴുതിയപ്പോൾ അതിന്റെ ഡ്രാഫ്റ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാൻ വലിയ ആഹ്ലാദം അതിനകത്ത് ആദ്യഘട്ടത്തിൽ പങ്കുവച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം വീണ്ടും എന്താ പറയാ എഴുതുകയും അടുത്ത ഡ്രാഫ്റ്റ് അയക്കുകയും നിഷാദൊക്കെ ചില കഥകളൊക്കെ അയച്ചു തരാറുണ്ട്. ഞാൻ എപ്പോഴും അന്വേഷിക്കാറുള്ളത്, അല്ലെങ്കിൽ എന്നിൽ കൗതുകം ഉണ്ടാക്കാറുള്ളത് അതിനകത്തെ സാഹിത്യമായ അനുഭവങ്ങൾ, നിങ്ങളുടെ ഒബ്സർവേഷൻസ്, അതിനകത്തെ വാക്യങ്ങൾ, അതിനകത്ത് ആഖ്യാതാവിന്റെ സ്ഥാനം, അതുവരെയുള്ള മലയാള കഥയോട് എന്ത് ചെയ്തു, അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോ ഇങ്ങേയറ്റത്ത് സുഭാഷ് ചന്ദ്രന്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്ന കഥ അദ്ദേഹം 8 വർഷം എടുത്ത് എഴുതിയതാണ്. അതിന്റെ ശീർഷകത്തിന് അദ്ദേഹം വീണ്ടും 6 മാസം വെയിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ കഥയിലൂടെയുള്ള സഞ്ചാരം നമുക്ക് ഭയങ്കര ആനന്ദം ഉണ്ടാക്കുന്ന തരത്തിൽ അതിന്റെ ഒരു രൂപവും നമുക്ക് വലിയ ആനന്ദം ഉണ്ടാക്കുന്നു. നേരത്തെ നിഷാദ് പറഞ്ഞു, അതായത് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ, അത് ഏത് ജെൻഡർ അനുസരിച്ച് എഴുതപ്പെടുന്നതിനകത്തുള്ള ഒരു വേരിയേഷൻസ്, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോ നമ്മുടെ അനുഭവങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചല്ല ഒരു കലയുടെ അല്ലെങ്കിൽ അതിന്റെ ആഖ്യാനത്തിന്റെ വലുപ്പം എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ഭാവനയുടെ സഞ്ചാരം, അതിന്റെ ബലത്തിനനുസരിച്ച് തന്നെയാണ് ഏത് കൃതിയുടെയും വലുപ്പം എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ രാജ്യസഞ്ചാരത്തിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ മനോരാജ്യ സഞ്ചാരമാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ അഭിപ്രായം പറഞ്ഞത്. ഇപ്പൊ ഗോൾവാൾക്കറോ മലാല ടാക്കീസോ ഒരു മോശം കഥ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. അതിനേക്കാൾ മികച്ച കഥ ഉറുമ്പുദേശം എന്ന വിനോദിന്റെ കഥയുണ്ട്. പക്ഷേ ആളുകൾ ചർച്ചയ്ക്ക് എടുക്കുക. ഇപ്പൊ ഇങ്ങേയറ്റത്ത് എസ് ഹരീഷിന്റെ ചൂണ്ടക്കാരൻ എന്ന് പറയുന്ന കഥക്കകത്ത് വളരെ എന്താ പറയുക അനേക കഥാപാത്രങ്ങൾ ഒന്നുമില്ല. ഒരാളുടെ വിചാരങ്ങൾ ആവിഷ്കരിക്കുന്നു. പക്ഷെ നമ്മൾ പരിചയിച്ച കഥാഖ്യാന ഭൂപടത്തിനകത്ത് അനേക കഥാപാത്രങ്ങൾ, അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിനിമയങ്ങൾ, ഇതെല്ലാം ഇതിന്റെയൊക്കെ അഭാവം നിങ്ങളുടെ വായനയിൽ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ അസംതൃപ്തി ഭാവിയിലേക്കുള്ള തൃപ്തികരമായ ഒരിടത്തേക്കുള്ള ഒരു കഥ എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ വായനക്കാരൻ എന്ന നിലയിൽ ഈ എന്താ പറയുക രാഷ്ട്രീയ പ്രമേയങ്ങളോടുള്ള ചെറുരീതിയിലുള്ള ഒരു വിമർശനം എന്താ പറയുക സൂചിപ്പിച്ചത്. അതിനപ്പുറത്ത് ഇത്തരം കഥകൾ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ നമ്മളൊരു അധികാരത്തിനെതിരെ ജീവിക്കുന്ന കാലത്ത് ആ നിലയിൽ തന്നെയുള്ള എഴുത്ത് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇങ്ങേയറ്റത് അദ്ദേഹത്തിന്റെ നൈനമ്പം ബെരേറ്റ എന്ന് പറയുന്ന ഗാന്ധിയെ കൊന്ന തോക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വലിയ വിസ്തൃതമായ ആഖ്യാനം മലയാളത്തിൽ സമീപകാലത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രതികരണമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മൈക്ക് കൈമാറുക. കാര്യങ്ങൾ ഏകദേശം നമുക്ക് അവസാനിപ്പിക്കാറായി. ഇനി ഓഡിയൻസിന്റെ ഇടയിലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ആളുകളുടെ ഒരു പ്രതികരണം ക്ഷണിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ജിസ ടീച്ചറോടാണ്. ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് കയ്യിൽ നിറച്ചും കഥകളുള്ള ഒരു ടീച്ചറായിരുന്നു ഞാൻ. ആ സമയത്ത് ടീച്ചറെ സങ്കല്പിച്ചത് ഷഹറാസാദിനോടാണ്. 1001 രാവുകളിലെ ഷഹറാസാദ്. അത് ഇഷ്ടംപോലെ കഥകൾ ടീച്ചറുടെ ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ച പതിപ്പൊക്കെ വായിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് കാലത്തൊക്കെയാണ് ടീച്ചർ സജീവമായിട്ട് എഴുതി തുടങ്ങുന്നത്. ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിനെ കുറിച്ച് സാർ നേരത്തെ സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത്, തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ നിശബ്ദമായി പോയ സർഗാത്മകതയുടെ ആ പെൺനേരങ്ങളെ ടീച്ചർ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു സമീജ. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇപ്പോൾ 2018 ഞാനൊരു കഥ
എല്ലാവരും ശ്രദ്ധിച്ച ഒരു കഥ എഴുതിയത്. എല്ലാവരും മീൻസ് കുറച്ച് പേര്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു എന്താ പറയുക 2024 കഴിയുന്നു. അപ്പോൾ ഇതിനുള്ളിൽ എനിക്ക് 5 നോവൽ അങ്ങനെ ആ രീതിയിൽ കുറേ 3 കഥാസമാഹാരമൊക്കെ പ്രസിദ്ധീകരിക്കാൻ പറ്റി. അപ്പോൾ കുറേ കാലമായിട്ട് പറയാതിരുന്ന കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു. പക്ഷേ എന്ത് കാരണം, ചിലപ്പോൾ നമ്മൾ സ്വയം ഉൾവലിഞ്ഞതാവാം, മറ്റ് പരിഗണനകൾ മാറിയതാവാം, പിന്നെ നമുക്ക് ഭയം കൊണ്ടും ആവാം, നമ്മൾ എഴുതുന്നത് നന്നാവുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടും ആവാം. അപ്പോൾ ആ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞപ്പോൾ അത്തരം പേടികളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റി, ആ പേടികളെ മറികടക്കാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്നോട് നേരത്തെ ജോബിഷ് ചോദിച്ചതാണ്, പല സാഹിത്യ രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കഥ, നോവൽ, കവിത പറയാമോ എന്നറിയില്ല, എന്നാലും അപ്പം എനിക്ക് തോന്നുന്നത് ലേഖനങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് അതെനിക്ക് കുറഞ്ഞ സമയമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വൈകിപ്പോയി തുടങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പറയുക എന്നതുകൊണ്ടായിരിക്കാം, അങ്ങനെ മിക്കവാറും സ്ത്രീകളും അങ്ങനെ തന്നെ ആയിരിക്കാം, വൈകി എഴുതി തുടങ്ങിയവരൊക്കെ കൂടുതൽ എഴുതുന്നതിനുള്ളൊരു കാരണം അതായിരിക്കും. അപ്പോൾ അത്രയും വർഷങ്ങൾ മിണ്ടാതിരുന്നത് നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയില്ല. ചിലപ്പോൾ അത്രയും കാലം മൗനത്തിലായിരുന്നത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഇത്രയധികം പറയാനും എഴുതാനും പറ്റുന്നതെന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. അപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ NS മാധവൻ സാറ് ഒക്കെ ചൂളൈമേട്ടിലെ ശവങ്ങൾ എഴുതി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് എഴുതണ്ട എന്നുള്ളൊരു തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയാം. അത് അവിടെ ഒരു അംഗീകാരമോ ഒരു ശരിക്കും പറഞ്ഞാൽ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. ഞാൻ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ അങ്ങനെ ആയിരിക്കില്ല. ഒരുപാട് സ്ത്രീകൾ എഴുത്ത് നിർത്തി പോയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്, തീരെ എഴുതാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ നിർബന്ധപൂർവം ഞാൻ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചതായിരിക്കില്ല. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ, കുടുംബ സാഹചര്യങ്ങളും മറ്റ് എന്തൊക്കെയോ കാരണങ്ങളാൽ എഴുത്ത് നിർത്തിപ്പോയവരായിരിക്കും. അപ്പോൾ അവരോടൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് പേര്, അത്തരം ഒരുപാട് നിശബ്ദതകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് പുതിയ കാലത്ത് സ്ത്രീകൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. അടുത്ത സെഷനിലേക്ക് പോകാനായതുകൊണ്ട് വളരെ വേഗത്തിൽ ചോദിക്കാം. ഞാനിവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനം എന്നാണല്ലോ പറഞ്ഞു നിർത്തിയത്. ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു കോൺവെർസേഷൻ കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ ഞാൻ പറഞ്ഞ പദപ്രയോഗങ്ങളോ എൻ്റെ ചോദ്യങ്ങളോ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് പുതിയ രാഷ്ട്രീയ ശരികളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ തെറ്റായി പോയല്ലോ, തിരുത്തേണ്ടതാണല്ലോ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞാൻ കടക്കാറുണ്ട് എന്ന് ബ്രിട്ടാസ് അവിടെ പറഞ്ഞു വെച്ചു. നമ്മൾ ഇന്ന് രാഷ്ട്രീയ ശരി എന്ന് കരുതിയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ഒരുപക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് ശരിയായി നിലനിൽക്കണം എന്ന് നമുക്ക് നിർബന്ധമില്ല. നേരത്തെ അസീസ് മാഷ് പറഞ്ഞ പോലെ ചില കഥകൾ രാഷ്ട്രീയ ശരികളിലേക്ക് കടക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് ശരികൾ മാറുന്നൊരു ലോകത്ത്, പൊളിറ്റിക്കലായിട്ടുള്ള ശരികൾ പോലും മാറുന്നൊരു കാലത്ത് ഇതൊക്കെ ഇങ്ങനെ കാലത്തിന് അതിജീവിക്കേണ്ടതാണോ അതത് കാലത്ത് തന്നെ നിലനിൽക്കേണ്ടതാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതത് കാലത്തിന് വേണ്ടി തന്നെയല്ലേ എഴുതേണ്ടത്? വരാനുള്ളൊരു കാലത്തിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെ രാഷ്ട്രീയമായി എഴുതേണ്ടതുണ്ടോ എന്നുള്ള എൻ്റെ ഒരു സന്ദേഹമാണ്. ഉത്തരം ആർക്ക് വേണമെങ്കിലും പറയാം, ഒരു ഓപ്പൺ ആയിട്ടുള്ള ചോദ്യമാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. എഴുത്തുകാർ പറയട്ടെ. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം ജോബിഷ് പറഞ്ഞു, ഇപ്പം ആദ്യകാല കഥയെക്കുറിച്ച് പറഞ്ഞ കൊണ്ടാണല്ലോ തുടങ്ങിയത്. വാസനാവികൃതിയിൽ നിന്ന് വായനാവികൃതിയിലേക്കും അവിടുന്ന് ഈ പറയുന്ന പോലെ ദൃശ്യവായനാവികൃതിയിലേക്കും നമ്മൾ വന്നു. ആദ്യ കഥയിൽ പറയുന്നത് അല്ലേ, രാജപാരം ചെയ്തവരിൽ, അത് എനിക്ക് തോന്നുന്നു അതൊരു സെൽഫി കഥയാണ്. ഇന്നിപ്പോൾ സെൽഫി കഥ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ രൂപപരമായിട്ട് മലയാള കഥയിൽ വലിയ മാറ്റമൊന്നുമില്ല. ഈവൻ TV കൊച്ചുപോയ ബീറ്റ് ചെയ്യാൻ നമുക്കൊന്നും പറ്റൂല. കാരണം അതൊക്കെ ചെയ്തു കഴിഞ്ഞു രൂപപരമായിട്ട് ക്രാഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഇപ്പം വായിക്കുന്നവരെ അഭിസംബോധന ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് 100 വർഷം കഴിഞ്ഞിട്ട് എന്നെ വായിക്കുന്നവരെ ഞാൻ കാണുന്നില്ല. എന്നെ കാണുന്നവരോട് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? എനിക്കും നിഷാദ് പറഞ്ഞതുപോലെയാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ എഴുതുന്നത് ഇപ്പോൾ ഉള്ള വായനക്കാർക്ക് വേണ്ടി തന്നെയാണ്, ഇപ്പോൾ ഉള്ള കാലത്തിന് വേണ്ടിയാണ്. ഭാവിയിൽ എൻ്റെ കഥ, ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ കഥ വായിക്കുമോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുമോ, അങ്ങനത്തെ വിഷയങ്ങൾ പരിഗണനയിലില്ല എന്തായാലും. ഇപ്പം എഴുതുന്നു, ഇപ്പം അത് ചർച്ച ചെയ്തെങ്കിൽ അതെനിക്ക് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഞാൻ എന്നല്ല, ആ കഥ എങ്ങനെയാണോ അത് അർഹിക്കുന്ന രീതിയിൽ അത് വായിക്കപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു എഴുത്തുകാരൻ ക്രാന്തദർശിയായിരിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് അതാത് കാലത്തോട് വിനിമയം ചെയ്യുന്ന സന്ദർഭം പോലെ തന്നെ അത് ഭാവി കാലത്തിലേക്ക് കൂടി വിനിമയം ചെയ്യപ്പെടാൻ പാകത്തിൽ അതിനേക്കാൾ രാഷ്ട്രീയ മൂർച്ചയുള്ള, അതിനേക്കാൾ ക്രാഫ്റ്റ് എന്ന നിലയിൽ വലിയ സാഹിത്യ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ രണ്ട് നിലയിലും എഴുതി നിൽക്കാൻ അല്ലെങ്കിൽ ആയുസ്സുള്ള കഥകളാണ് എഴുതപ്പെടേണ്ടത് എന്നാണ് എൻ്റെ വിചാരം. അത്തരം കഥകളാണ് വായനക്കാരെന്ന നിലയിൽ ഞങ്ങളിൽ വലിയ ആഹ്ലാദം ഉണ്ടാക്കുക. ഇപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? NS മാധവൻ സാർ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു പക്ഷേ നമ്മളിപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മുകുന്ദൻ സാറൊക്കെ എഴുതിയിട്ടുണ്ട് തോന്നുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന പോലെ പുസ്തകങ്ങൾക്ക് മുന്നിൽ പോയിട്ട് ക്യൂ നിൽക്കാത്തതെന്ന്. എൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ആദ്യമായിട്ട് ഞാനൊരു പുസ്തകം വാങ്ങുന്നത് 50 രൂപ ആരോ തന്നത് വെച്ചിട്ട് NS മാധവൻ സാറിൻ്റെ ഹിഗ്ഗിറ്റാണ്. തളിപ്പറമ്പിലെ നമ്പൂതിരി മാഷിൻ്റെ കടയിൽ പോയിട്ട് സ്വന്തമാക്കിയ പുസ്തകമാണ്. സാർ, എനിക്ക് പറയാൻ പറ്റും, സാറിൻ്റെ കഥകൾക്ക് വേണ്ടിയിട്ട്, മനോരമ വാർഷികപ്പതിപ്പിൽ വരുന്ന കഥകൾക്ക് വേണ്ടിയിട്ട് സിനിമ റിലീസ് ചെയ്യുന്നത് ആകാംക്ഷയോടുകൂടി ഇരുന്നൊരു ബാല്യം എനിക്കുണ്ട്. ശേഷമൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ആദ്യ വാചകങ്ങൾ വായിച്ച് കോരി തിരിച്ചിരുന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു വായനക്കാർക്ക് കൂടിയിട്ടാണ് ഞങ്ങളെപ്പോലെ എഴുത്തുകാരെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് സാറിൻ്റെ മുന്നിൽ വെച്ച് പറയണമെന്ന് തോന്നിയോണ്ട് പറയുന്നു. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എല്ലാ കഥയിലും രാഷ്ട്രീയമുണ്ട്. കാലമാണത് തീരുമാനിക്കുന്നത്, കാലത്തിലാണത് വായിച്ചെടുക്കുന്നത്. അന്ന് രാഷ്ട്രീയം ഇല്ല എന്ന് കരുതുന്ന കഥകൾ പ്രത്യേക ഒരു സന്ദർഭം എത്തുമ്പോൾ അതിന് രാഷ്ട്രീയമുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ആ അർത്ഥത്തിൽ പിന്നെ ജിസ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്തിനാണ് എഴുതിയിട്ട് എന്ന് ഒന്നുമില്ല, നിങ്ങൾ ആ എഴുതുന്ന എഴുത്തുണ്ടല്ലോ അത് എത്ര കാലമായിട്ട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രയോ കാലമായിട്ട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. NS മാധവൻ സാറിന്റെ കഥ തിരുത്ത് എന്ന് പറയുന്ന ഒരു സംഗതി എത്ര ചൂലിയേറ്റുമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിൽ എത്രമാത്രം ധീരമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എഴുത്തുകൊണ്ട് മാത്രം നടക്കുന്നതാണ്. വേറെ അതിനൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ആ ജയിലിൽ കിടക്കുന്ന പെണ്ണിനെ രക്ഷിക്കാൻ എന്താണ് വഴി എന്നുള്ളതല്ല, മറിച്ച് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ എഴുത്ത് ഇനിയും നടക്കട്ടെ. അതേപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കുറിച്ച് ഇപ്പോൾ VK-ന്റെ കഥ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അന്നത്തെ കാലത്ത് അത് പ്രസക്തമായിരുന്നു, അന്നത്തെ കാലത്ത് പറയാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ കാലത്ത് കാലമാണ് മാറ്റിയിട്ടുള്ളത്, ചരിത്രമാണ് മാറ്റിയിട്ടുള്ളത്. അതിന് നിന്നിട്ട് നമ്മൾ എന്താ പറയുക, OI വിജയൻ കുനിഞ്ഞു നിൽക്കുമ്പോൾ, ഇന്നലെ NS മാധവൻ സൂചിപ്പിച്ചു, കുനിഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ നെല്ല് കൊയ്യുന്ന പെണ്ണുങ്ങളുടെ മാറ് കാണുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്ത് പറയുന്നുണ്ടല്ലോ രവി, അത് നല്ല രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കൃതിയെ ഇന്ന് എഴുതി കേട്ടാനാവില്ല. ഇന്നത് എഴുതില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എഴുതില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാലത്തെയും ചരിത്രത്തെയും നമുക്ക് മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.